A seed was sown in 2007. It grew, nurturing relationships to spread its shade of responsibility known as Nanma Maram, the asset value tree. വെൽക്കം ടു അസറ്റ് ഹോംസ്. അസറ്റ് ഹോംസിൽ ഇന്ന് പുതുതായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയിൽ അസറ്റ് ഹോംസിലേക്ക് ആദ്യമായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യേണ്ടത് എൻ്റെ പ്രാഥമികമായിട്ടുള്ള കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പക്ഷേ വളരെയധികം വിലപ്പെട്ട ക്വാളിഫിക്കേഷൻസും വളരെയധികം വിലപ്പെട്ട എക്സ്പീരിയൻസും എല്ലാമായിട്ടാവാം അസറ്റ് ഹോംസിലേക്ക് നിങ്ങളിന്ന് ജോയിൻ ചെയ്യാനായിട്ട് എത്തിച്ചേരുന്നത്. എന്നിരിക്കലും അസറ്റ് ഹോംസിനെ പറ്റിയിട്ടും നമ്മൾ ചെയ്യുന്ന ജോലിയെ പറ്റിയിട്ടും നിങ്ങളോട് സംവദിക്കാനായിട്ടുള്ളൊരവസരം ലഭിക്കുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതും നമ്മുടെ ഒരു പ്രാഥമികമായിട്ടുള്ള കടമയാണല്ലോ. റിയൽ എസ്റ്റേറ്റ് നിർമ്മാണ രംഗത്ത് ക്രിസിലിൻ്റെ ഉന്നതമായിട്ടുള്ള റേറ്റിംഗ് ലഭിച്ചിട്ടുള്ള 3 പ്രൊജക്റ്റുകൾക്ക് ക്രിസിൽ 7 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് അസറ്റ് ഹോംസ്. ഏകദേശം 2007 മുതൽ 50 പ്രൊജക്റ്റുകളാണ് ഇന്ന് വരെ അസറ്റ് ഹോംസിന് ഹാൻഡ് ഓവർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് വരെ എന്ന് ഞാൻ പറയുമ്പോൾ ഇന്ന് 2018 ജനുവരി മാസത്തിലെ കഥയാണ് പറയുന്നത്. മേ ബി വരുന്ന ദിവസങ്ങളിൽ പുതിയ പ്രോജക്റ്റുകൾ ഹാൻഡ് ഓവർ ചെയ്യുന്നതോടെ ഈ എണ്ണത്തിൽ വ്യത്യാസം വരുവാനും നിങ്ങളിവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ അത് 100 കടന്നു പോകാനുള്ള സാധ്യത തന്നെ ഉണ്ടായേക്കാം. പക്ഷേ എന്നിരുന്നാലും സാന്ദർഭികമായിട്ട് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അസറ്റ് ഹോംസ് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കസ്റ്റമർ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യുന്ന സ്ഥാപനമാണ് എന്നുള്ള സന്തോഷ വർത്തമാനമാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ ബാലപാഠം അല്ലെങ്കിൽ ആദ്യ പാഠം എന്ന് പറഞ്ഞാൽ 2 വരികളിൽ നമുക്ക് ഒതുക്കാൻ സാധിക്കും. ആദ്യ വരി എന്ന് പറഞ്ഞാൽ യു കമ്മിറ്റ് ഓൺലി വാട്ട് യു ക്യാൻ ഡെലിവർ. നമ്മൾക്ക് ഡെലിവർ ചെയ്യാൻ കഴിയുന്നു മാത്രം നമ്മൾ കമ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ വരി എന്ന് പറയുന്നത് യു ഡെലിവർ വാട്ട് യു ഹാവ് കമ്മിറ്റഡ്. നിങ്ങൾ എന്താണോ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് അത് ഡെലിവർ ചെയ്യുക. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലോ അതല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോ അതല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലോ ഒക്കെ ആയിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ആത്യന്തികമായിട്ട് അസറ്റ് ഹോംസിലെ ഒരു എംപ്ലോയി എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി എന്നുവരെ നിങ്ങൾ അസറ്റ് ഹോംസിലുണ്ടോ അത്രയും നാൾ നിങ്ങൾ ചെയ്യുന്ന ജോലി കസ്റ്റമർ സർവീസ് ആയിരിക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം കസ്റ്റമർ ഉള്ളിടത്ത് മാത്രമാണ് ബിസിനസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമർ ഫോക്കസ്ഡ് ആയിട്ടുള്ള കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കസ്റ്റമറെ കൂടുതൽ അദ്ദേഹം പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യാൻ കഴിയുന്ന ഒരു ഡിലൈറ്റ്ഫുൾ എക്സ്പീരിയൻസ് കസ്റ്റമർക്ക് നൽകാൻ കഴിയുന്ന സ്ഥാപനമായി മാറുക എന്നുള്ളതാണ് അസറ്റ് ഹോംസിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള കടമ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലിക്കാരനായിരുന്നാലും പ്രാഥമികമായിട്ട് നിങ്ങൾ കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലിക്കാരനാണ് എന്നുള്ളൊരു തത്വം മനസ്സിൽ വയ്ക്കാൻ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന മുഴുവൻ സ്റ്റാഫിനെയും നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന മുഴുവൻ സ്റ്റാഫിനെയും നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ 2 കാറ്റഗറിയിൽ മാത്രമായിരിക്കും അവർ പ്രവർത്തിക്കുക. ഒന്ന്, ഡയറക്റ്റായിട്ട് കസ്റ്റമറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നവർ, അതായത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റുള്ളവർ അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുള്ളവർ. ഇവരെല്ലാവരും ഡയറക്റ്റായിട്ട് കസ്റ്റമറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നവരാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് കസ്റ്റമറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നവരെ സഹായിക്കുന്നവർ, അതായത് കസ്റ്റമറായിട്ട് ഡയറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവർക്ക് വേണ്ട സർവീസസ് കൊടുക്കുവാനും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവർ. അത്തരം ഡിപ്പാർട്ട്മെൻറ്റുകൾ നമുക്ക് വേണമെങ്കിൽ പ്രോജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും എല്ലാം വർക്ക് ചെയ്യുന്നവരെ വിശേഷിപ്പിക്കാം. അപ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കസ്റ്റമറുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, കസ്റ്റമറുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പറ്റം ആൾക്കാരുടെ കൂട്ടായ്മയായിട്ട് വേണം അസറ്റ് ഹോംസിലെ മുഴുവൻ എംപ്ലോയീസിനെ നമുക്ക് വിലയിരുത്തുവാനായിട്ട്. അപ്പോൾ അത്തരം ഒരു മാനസികാവസ്ഥയോടുകൂടി വേണം നമ്മൾ ഓരോ പ്രശ്നങ്ങളെയും അസറ്റ് ഹോംസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അഭിമുഖീകരിക്കാൻ. നമുക്കറിയാം, ഏകദേശം ഇന്നത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 50 പ്രൊജക്റ്റുകളിലായിട്ട് 3000-ലധികം ഫ്ലാറ്റുകളിൽ അസറ്റ് ഹോംസ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. 3000-ഓളം ഫ്ലാറ്റുകളിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. ഏകദേശം അത്രത്തോളം തന്നെ ഫ്ലാറ്റുകൾ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 6000-ഓളം വരുന്ന ഉപഭോക്തൃ കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ എണ്ണം, അവരിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 35,000-ന് മുകളിലാണ്. 35,000-ഓളം വരുന്ന മനുഷ്യ
രുടെ സ്വപ്നങ്ങളിലെ ആവിഷ്കാരം അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങളിലെ പൂർത്തീകരണമാണ് അസറ്റ് ഹോംസിൻ്റെ ഒരു എംപ്ലോയി എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 250 മുകളിലുള്ള സ്റ്റാഫാണ് ഇന്നത്തെ ദിവസം അസറ്റ് ഹോംസിൽ ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഏകദേശം 2500 തൊഴിലാളികളാണ് അസറ്റ് ഹോംസിൽ വർക്ക് ചെയ്യുന്നത്. ഏകദേശം അത്രത്തോളം തന്നെ കോൺട്രാക്ടർമാരും അത്രത്തോളം തന്നെ സപ്ലയേഴ്സും കൂടെ ചേരുമ്പോൾ ഏകദേശം 3500ഓളം കുടുംബങ്ങൾ കൂടി അസറ്റ് ഹോംസിൻ്റെ അമ്പറിലേക്ക് കീഴിൽ എത്തിച്ചേരും. അപ്പോൾ 3500 കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു റഫായിട്ട് കണക്കെടുക്കുകയാണെങ്കിൽ പോലും ഏകദേശം 20,000-ഓളം മനുഷ്യർ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ 36,000-ഓളം വരുന്ന ഉപഭോക്തൃ സമൂഹത്തിൽപ്പെടുന്നവരും 20,000-ഓളം വരുന്ന അനുബന്ധ നിർമ്മാണ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവരും ചേരുമ്പോൾ ഏകദേശം 50,000 വ്യക്തികളുമായിട്ട് 50,000 വ്യക്തികളുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനമാണ് ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങൾ അസറ്റ് ഹോംസിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനും ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ അതറിഞ്ഞോ അറിയാതെയോ 50,000-ഓളം മനുഷ്യരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ഒന്നാണ് എന്നുള്ള തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് എത്രത്തോളം കൃത്യമായിട്ടാണോ ചെയ്യേണ്ടത് അത്രത്തോളം കൃത്യമായിട്ട് ചെയ്യുന്നതിന് നിങ്ങളെ പ്രേരിപ്പിക്കും. ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങൾ ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ലീഡർ എന്നുള്ള നിലയിൽ നിങ്ങളൊരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ അർപ്പിതമായിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ പർട്ടിക്കുലറായിട്ടുള്ള ജോബുമായി ബന്ധപ്പെടുന്നതിനപ്പുറത്ത് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് അനുബന്ധ ജോലികളെ കൂടി സ്വാംശീകരിക്കുന്നതായിരിക്കണം എന്നുള്ളതാണ്. അത്തരമൊരു സമീപനത്തോടു കൂടി നമ്മൾ ഒരു പ്രോജക്റ്റിനെ അല്ലെങ്കിൽ ഒരു ജോലിയെ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മൾക്ക് അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട 4 പ്രധാനപ്പെട്ട ക്വാളിറ്റികളെ പറ്റി കൂടി പറയാൻ ഞാൻ ഈ അവസരം എടുക്കുകയാണ്. ഒരു ലീഡർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോസായിട്ടുള്ളവരോ അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ 4 ക്വാളിറ്റികൾ ഉണ്ടായിരിക്കുന്നുണ്ട്. ഒന്ന് നോളജ് അല്ലെങ്കിൽ നിങ്ങളുടെ അറിവ്. തിയറട്ടിക്കലായിട്ട് ആ പർട്ടിക്കുലർ ഫീൽഡിലുള്ള നിങ്ങളുടെ അറിവ് അസറ്റ് ഹോംസിൽ ജോലി ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്തരം ഒരു അറിവിൻ്റെ കുറവ് ഉണ്ട് എന്ന് ഏത് നിമിഷം നിങ്ങൾക്ക് തോന്നുവോ ആ സമയത്ത് അതിനകത്ത് ട്രെയിനിങ് നേടാൻ നിങ്ങൾ മനസ്സുകൊണ്ട് പ്രാപ്തരാവേണ്ടതുണ്ട്, മനസ്സുകൊണ്ട് തീരുമാനിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജോബ് നിങ്ങൾ അസൈൻ ചെയ്യപ്പെടുമ്പോൾ ഇപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയർ എന്നുള്ള നിലയിൽ നിങ്ങൾ സൈറ്റിൽ വർക്ക് ചെയ്യാൻ വരുമ്പോൾ ചിലപ്പോൾ പക്ഷേ നിങ്ങൾ പൈലിംഗ് ജോലിയിൽ എക്സ്പെർട്ട് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ പൈലിംഗ് ജോലിയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ട് തിയറട്ടിക്കൽ നോളജ് അക്വയർ ചെയ്യാനൊരു മനസ്സാന്നിധ്യം അത്തരം ഒരു മനസ്സമീപനം നിങ്ങളുടെ ഭാഗത്തുണ്ടാവേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അറിവാണ് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകമായിട്ട് അസറ്റ് ഹോംസ് കണക്കിലെടുക്കുന്നത് ഒരാളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അയാളുടെ കോണ്ടക്റ്റാണ്, സ്വഭാവ മഹിമ ഇല്ലാത്ത വ്യക്തികൾ അസറ്റ് ഹോംസിൽ ഉദ്യോഗാർത്ഥികളായി തുടരുന്നതിലോ അല്ലെങ്കിൽ അത്തരം ആൾക്കാരുടെ സാമീപ്യം പോലുമോ അസറ്റ് ഹോംസിൻ്റെ മാനേജ്മെൻറ്റോ ഇവിടുത്തെ എക്സിസ്റ്റിംഗ് സ്റ്റാഫോ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവനവൻ്റെ സ്വഭാവ ഗുണമഹിമ വളർത്തിക്കൊണ്ടുവരുന്നുള്ള അശ്രാന്തമായിട്ടുള്ളൊരു പരിശ്രമം ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്നും ഉണ്ടാവേണ്ടതാണ്. മൂന്നാമതായിട്ട് നിങ്ങൾ ആർജിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ ആർജിക്കേണ്ടതായിട്ടുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് എക്സിക്യൂഷൻ സ്കില്ലാണ്. ഒരു തിയറട്ടിക്കൽ നോളജ് മാത്രമല്ല, അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ഒരു പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു എക്സിക്യൂഷൻ സ്കില്ലും നിങ്ങൾ സ്വായത്തമാക്കണം. പലരും ചിലപ്പോൾ പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പലരും ചിലപ്പോൾ ഒരു പക്ഷേ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ളവരും എക്സിക്യൂഷൻ സ്കില്ലുള്ളവരുമായിരിക്കാം. പക്ഷേ ഒരു സ്ഥാപനത്തിൻ്റെ ആവശ്യകത എന്നുള്ളതിൽ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എക്സിക്യൂഷൻ സ്കില്ല് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാവുന്ന ഒന്നല്ല. അതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന ഏത് രീതിയിലുള്ള ഉയർച്ചയും ഏത് കാലഘട്ടത്തിലും നമുക്കത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കാവുന്നൊരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു ലിമിറ്റില്ല, അതിനൊരു അന്ത്യമില്ല. അതുകൊണ്ട് തന്നെ എക്സിക്യൂഷൻ സ്കില്ലിൽ എന്നും തുടർച്ചയായിട്ടുള്ള പുരോഗമനം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടത് ആവശ്യമാണ്. നാലാമതായിട്ട് പറയുകയാണെങ്കിൽ പെഡിഗ്രിയാണ്. അതായത് നമ്മളുടെ ഒരു ആഭിജാത്യം അല്ലെങ്കിൽ കുലമഹിമ അല്ലെങ്കിൽ നമ്മുടെ ലീഡർഷിപ്പ് സ്കിൽ. ഒരു വ്യക്തി നേതാവായി ഉയരണം എന്ന് പറയുന്നത് സ്വർണം ആഭരണമായി മാറുന്ന പോലെയാണ്. സ്വർണം ആഭരണമായി മാറുമ്പോൾ നമ്മളതിനെ പല രീതിയിലുള്ള പരീക്ഷണങ്ങളിലൂടെയാണ് ആഭരണമാക്കി വരുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ അതിനെ നമ്മൾ ചൂടാക്കും, ചിലപ്പോൾ നമ്മളതിനെ ബെൻഡ് ചെയ്യും, ചിലപ്പോൾ നമ്മളതിനെ മുറിക്കും, ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ വരച്ചു നോക്കും. എന്ന് പറയുന്ന പോലെ ഒരു വ്യക്തി നേതൃഗുണമുള്ളവനായി മാറുന്നതിന് ആവശ്യമായിട്ടുള്ള 4 ഘടകങ്ങളായി അസറ്റ് ഹോംസ് കണക്കാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ നോളജ്, അതായത് അറിവ്, സ്വഭാവമഹിമ ക്യാരക്ടർ അല്ലെങ്കിൽ കോണ്ടക്റ്റ്, മൂന്നാമതായിട്ട് എക്സിക്യൂഷൻ സ്കില്ല്, നാലാമതായിട്ട് ലീഡർഷിപ്പ് എബിലിറ്റി അല്ലെങ്കിൽ പെഡിഗ്രി.
എനിക്ക് തോന്നുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ചാണക്യൻ എന്ന ഒരു മഹാനായ വ്യക്തി ഭാരതത്തിൽ ഉദ്ഘോഷിച്ച 4 വരികളിൽ നേതൃഗുണം എന്താണ് എന്ന് ഡിഫൈൻ ചെയ്തപ്പോൾ പറഞ്ഞത് ശ്രുതേന ശീലേന കുലേന കർമ്മണി എന്നാണ്. ശ്രുതേന മീൻസ് നോളജ്, ശീലേന മീൻസ് കോണ്ടക്റ്റ് അല്ലെങ്കിൽ ക്യാരക്ടർ, കുലേന മീൻസ് കുലമഹിമ അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്കിൽ, കർമ്മണി മീൻസ് എക്സിക്യൂഷൻ സ്കിൽ. അപ്പോൾ ഈ 4 കാര്യങ്ങളിൽ നിങ്ങളിൽ എവിടെയാണോ നിങ്ങളിൽ കുറവുണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത് ആ കാര്യങ്ങളിൽ നിങ്ങൾ ട്രെയിൻഡ് ആവാനായിട്ട് സ്വയം തീരുമാനിക്കുക. ആ ഒരു തീരുമാനത്തിലൂടെ മാത്രമേ അസറ്റ് ഹോംസ് പോലുള്ളൊരു സ്ഥാപനത്തിൽ നിങ്ങൾക്കൊരു പെർഫെക്ഷനിസ്റ്റായിട്ട് മാറാനും വളരെ കൃത്യമായിട്ടുള്ള എക്സിക്യൂഷൻ സ്കില്ലുകൾ പ്രദർശിപ്പിക്കാനും വളരെ കൃത്യമായിട്ടുള്ള ലീഡർഷിപ്പ് എബിലിറ്റി പ്രദർശിപ്പിക്കാനും അതുവഴി നിങ്ങളുടെ കരിയറിൽ വലിയ ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിലും, എത്രത്തോളം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുള്ള ആളാണെങ്കിലും, എത്രത്തോളം ലീഡർഷിപ്പ് സ്കില്ലുള്ള ആളാണെങ്കിലും, എത്രത്തോളം പ്രാക്ടിക്കൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആളാണെങ്കിലും ഒരുപക്ഷെ നിങ്ങൾക്ക് അതെല്ലാം പ്രയോഗിക്കാനും അതെല്ലാം ഉപയോഗത്തിൽ കൊണ്ടുവരാനും പറ്റുന്നൊരു സാഹചര്യമോ അതിനുള്ളൊരു അവസരമോ ചിലപ്പോൾ കിട്ടിയെന്ന് വരികയില്ല. പലപ്പോഴും മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്നത് അവരൊരു ഇത്തരം കാര്യങ്ങളിലെല്ലാം പ്രാപ്തരായിരുന്നാൽ പോലും അവർക്കൊരു ലീഡർ എന്നുള്ള നിലയിൽ അവരുടെ കരിയറിൽ വലിയ ഉയർച്ചകൾ സൃഷ്ടിക്കാൻ അവസരങ്ങൾ ലഭിക്കാതെ പോകാറുണ്ട്. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന് ഭാഗ്യം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അതിന് റൈറ്റ് ടൈമിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല എന്ന് പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു യു ആർ അറ്റ് ദി റൈറ്റ് പ്ലേസ്. നിങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് അസറ്റ് ഹോംസ് എന്ന ഈ സ്ഥാപനം നിങ്ങളുടെ കരിയറിൽ ഏറ്റവും വലിയ ഗ്രോത്തും ഏറ്റവും വലിയ ഉയർച്ചയും ഏറ്റവും സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ടേമും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് സാധ്യതകൾ നൽകുന്ന സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈം ഓഫ് യുവർ ഏജ് എത്തിച്ചേർന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ നിങ്ങൾ സക്സസ്ഫുൾ ആവും എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും സൂചിപ്പിക്കുന്നൊരു കഥയുണ്ട്. മൃഗശാലയിൽ ഒട്ടകത്തിൻ്റെ കുട്ടി ഒട്ടകത്തിനോട് ചോദിക്കുന്നുണ്ട്, എത്രയും വൃത്തികെട്ട രൂപമാണ് ദൈവം എനിക്ക് തന്നതെന്ന്. അപ്പോൾ അമ്മ ഒട്ടകം അല്ലെങ്കിൽ മദർ ക്യാമൽ കുട്ടിയോട് പറയുന്നുണ്ട്, നീയാണ് ലോകത്തിലെ ഏറ്റവും വെൽ ഡിസൈൻ ആയിട്ടുള്ള ഏറ്റവും ഭംഗിയുള്ള അല്ലെങ്കിൽ ഏറ്റവും ദൈവത്തിൻ്റെ ഡിസൈനിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള ഡിസൈൻ നിൻ്റെ രൂപത്തിനാണ് എന്ന് പറയുന്നൊരു സ്റ്റോറിയുണ്ട്. അപ്പോൾ ഈ കുട്ടി വീണ്ടും അമ്മയോട് ചോദിക്കുക, എൻ്റെ മുതുകിൽ വരുന്ന വലിയ മുഴ അതെങ്ങനെയാണ് അമ്മ ഏറ്റവും വലിയ ഡിസൈനായിട്ട് മാറുന്നതെന്ന് ചോദിച്ചപ്പോൾ അമ്മ കുട്ടിയോട് പറഞ്ഞു, നീ ഡെസേർട്ടിലൂടെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിനക്ക് ദിവസങ്ങളോളം വെള്ളം കുടിക്കാൻ വേണ്ടി ദൈവം പ്രത്യേകമായിട്ട് സൃഷ്ടിച്ചൊരു ഡിസൈനാണ് നിൻ്റെ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന കുട്ടി വീണ്ടും അമ്മയോട് ചോദിക്കുന്നുണ്ട്, എത്രയും വൃത്തികെട്ട കാലുകളാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. ഈ മൃഗശാലയിലെ എല്ലാ മൃഗങ്ങളുടെയും കാലുകൾ വെച്ച് നോക്കുമ്പോൾ എത്രയും പൊക്കമുള്ള ഇത്രയും ഉയരമുള്ള ഇത്രയും വൃത്തിയില്ലാത്ത കാലുകൾ എനിക്ക് മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അമ്മ വീണ്ടും ആ കുട്ടിയെ തിരുത്തിയിട്ട് പറയും, മരുഭൂമിയിലൂടെ ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം നടന്നു പോകുന്നതിനാണ് നിനക്ക് ഇത്രയും വലിയ കാലുകൾ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്, അത് അതിൻ്റെ ഡിസൈൻ പ്രത്യേകതയാണ് എന്ന് വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. അപ്പോഴും കുട്ടി വീണ്ടും സംശയത്തോട് ചോദിക്കും, എൻ്റെ കൺപീലുകൾ ഈർക്കിൽ പോലെ കട്ടിയുള്ളതാണല്ലോ, എന്തിനാണ് ഇത്രയും വൃത്തികെട്ട കൺപീലുകൾ എനിക്ക് തന്നതെന്ന്. അപ്പോഴും അമ്മ മറുപടി പറയുന്നുണ്ട്, നീ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ മണൽക്കാറ്റടിക്കുമ്പോൾ നിൻ്റെ കണ്ണുകളെ മോശപ്പെടുത്താതിരിക്കാൻ, നിനക്ക് ക്ഷതമേൽക്കാതിരിക്കാൻ വേണ്ടി ദൈവം പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള കൺപീലുകളാണ് നിനക്ക് തന്നിരിക്കുന്നതെന്ന്. ഇതെല്ലാം കേട്ട് അവസാനം കുട്ടി വീണ്ടും ചോദിക്കുന്നൊരു സംശയമുണ്ട്. ആ സംശയമാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പ്രകടിപ്പിച്ചത്. ആ കുട്ടി അമ്മയോട് ചോദിക്കുന്നത്, ഇതെല്ലാം ഇപ്രകാരം ഡിസൈൻ ചെയ്ത് മരുഭൂമിയിൽ ജീവിക്കേണ്ട ഞാൻ എന്തിനാണ് അമ്മ ഈ സൂവിൽ ജീവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് മറുപടി പറയേണ്ടായിരുന്നില്ല. കാരണം ആ കുട്ടി യഥാർത്ഥത്തിൽ ജീവിക്കേണ്ട ഒരു മരുഭൂമിയിലാണ്, പക്ഷേ എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു മൃഗശാലയിലാണ്. നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ വളരെ നല്ല ക്വാളിഫിക്കേഷൻ എല്ലാം കരസ്ഥമാക്കി MTech MBA എല്ലാം എടുത്തതിന് ശേഷം കൃത്യമായിട്ട് നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ മൃഗശാലയിലകപ്പെട്ട കുട്ടി ക്യാമലിൻ്റെ അവസ്ഥയായിപ്പോയിരുന്നു നിങ്ങൾക്ക്. പക്ഷേ അസറ്റ് ഹോംസ് എന്ന സ്ഥാപനം നിങ്ങൾക്ക് തരുന്നത് വളരെ വിശാലമായിട്ടുള്ള വളരെ വിലപിടിപ്പുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റികളുള്ള ലോകമാണ് നിങ്ങൾക്ക് തുറന്നു തരുന്നത്. ആ സ്ഥലത്ത് നിങ്ങൾക്ക് പെർഫോമൻസിന് അതിരുകൾ ഞങ്ങൾ സൃഷ്ടിക്കുന്നില്ല, നിങ്ങളുടെ കഴിവുകൾക്ക് ഞങ്ങൾ കൂച്ചുവിലങ്ങൾ ഇടുന്നില്ല, നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് ഞങ്ങൾ കൃത്യമായിട്ടുള്ള പ്രതിഫലം തരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിനും ഒരു ഭാവിയിലേക്ക് നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വരെ അനുകൂലമായിട്ടുള്ള ഒരു ജോലി സാഹചര്യം ഒരുക്കുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ സ്വായത്തമായിരിക്കുന്ന തെറ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാ മനുഷ്യനും ഉണ്ടാവും. ആ ബാഗേജ്
ഈ സ്ഥാപനത്തിൻ്റെ പടിക്ക് പുറത്ത് വെച്ചുകൊണ്ട് വളരെ ഫ്രഷായിട്ടുള്ള മനസ്സോടെ, വളരെ ഉദാത്തമായിട്ടുള്ളൊരു സമീപനത്തോടെ, വളരെ ശക്തമായിട്ടുള്ളൊരു മനസ്സോട് കൂടിയിട്ട്, അതായത് എനിക്ക് എൻ്റെ ഈ കരിയറിൽ, എൻ്റെ ഈ ജീവിതത്തിൽ എൻ്റേതായിട്ടുള്ള ഒരുപാട് ലക്ഷ്യങ്ങൾ നേടണം, എൻ്റേതായിട്ടുള്ള ഒരുപാട് ചവിട്ടുപടികൾ ചവിട്ടിക്കയറണം, എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു 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 ഒപ്പ്, എൻ്റേതായിട്ടുള്ളൊരു കയ്യൊപ്പ് മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടെ കടന്നു വരുന്നവർക്കുള്ളതാണ് അസറ്റ് ഹോംസ് എന്ന ഈ സ്ഥാപനം. നമസ്കാരം, ഞാൻ അസറ്റ് ഹോംസിൻ്റെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. എൻ്റെ പേര് സേവിയർ. പ്രിയ ഉദ്യോഗാർത്ഥികളെ, അസറ്റ് ഹോംസിലേക്ക് നിങ്ങൾക്കേവർക്കും എൻ്റെ അഗൈതവമായ സ്വാഗതം. അസറ്റ് ഹോംസ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അല്ലെങ്കിൽ നിർമ്മാണ കമ്പനി എന്ന് അറിയപ്പെടുന്നതിനേക്കാൾ അല്ലെങ്കിൽ എന്ന് പറയുന്നതിനേക്കാൾ അസറ്റ് ഹോംസ് ഒരു ഹൗസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒരുക്കുന്ന ഒരു കസ്റ്റമർ സർവീസ് നൽകുന്ന ഒരു നിർമ്മാണ കമ്പനി എന്ന് പറയുമ്പോഴാണ് അത് പരിപൂർണമാകുന്നത്. അങ്ങനെ ഒരു സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാൻ അസറ്റ് ഹോംസിന് വളരെ ബലവത്തായ ഒരു ഭരണ സംവിധാനം തന്നെ ഇതിലുണ്ട്. മാനേജിംഗ് ഡയറക്ടറായ മിസ്റ്റർ വി സുനിൽകുമാർ, അദ്ദേഹം തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി എടുത്തതിന് ശേഷം IIM ബാംഗ്ലൂരിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സും ഒപ്പം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാനേജ്മെൻറ്റ് കോഴ്സും പാസ്സായി. ശ്രീ N. മോഹനൻ, അദ്ദേഹം ബേസിക്കലി മണിപ്പാൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ള ഒരു എഞ്ചിനീയറാണ്. ഡോക്ടർ അസൻ കുഞ്ഞ്, അദ്ദേഹം വിദേശത്ത് പല കമ്പനികളുടെയും ഡയറക്ടറാണ്. നമ്മുടെ അസറ്റ് ഹോംസിൻ്റെയും വൺ ഓഫ് ദി ഡയറക്ടേഴ്സാണ്. അങ്ങനെ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള 3 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡയറക്ടേഴ്സാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നതും ഇതിൻ്റെ ഭരണത്തിന് ചുക്കാൻ പിടിക്കുന്നതും. അസറ്റ് ഹോംസിൻ്റെ ഹയറാർക്കി എന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിലായി 3 ഡയറക്ടേഴ്സ്, അതിന് താഴെ 6 പേരടങ്ങുന്ന ഫസ്റ്റ് സർക്കിൾ മെമ്പേഴ്സ്, അതിന് താഴെ വിഷൻ 2020 ടീം എന്നറിയപ്പെടുന്ന SMT, അതായത് സീനിയർ മാനേജ്മെൻറ്റ് ടീം, അതിന് താഴെ ടീം മെമ്പേഴ്സ്. ഡയറക്ടേഴ്സിന് താഴെയുള്ള ഫസ്റ്റ് സർക്കിൾ മെമ്പേഴ്സാണ് കമ്പനിയുടെ 6 ഡിപ്പാർട്ട്മെൻറ്റുകൾ കൺട്രോൾ ചെയ്യുന്നത്. 6 ഡിപ്പാർട്ട്മെൻറ്റുകളെന്ന് പറയുമ്പോൾ പ്രോജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഡിലൈറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഈ 6 ഡിപ്പാർട്ട്മെൻറ്റുകളായി തരംതിരിച്ചുകൊണ്ടാണ് അസറ്റ് ഹോംസിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒരു ദിവസം പെർഫോം ചെയ്യുന്നത്. അസറ്റ് ഹോംസ് കുടുംബത്തിലേക്ക് സ്വാഗതം. ഞാൻ മഹേഷ്, അസറ്റ് ഹോംസിൻ്റെ ചീഫ് ടെക്നിക്കൽ ഓഫീസറാണ്. I am a civil engineering graduate with more than 25 years experience in building industry. അസറ്റ് ഹോംസിൻ്റെ പ്രോജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സിക്യൂഷനും അതിന് സപ്പോർട്ട് നൽകുന്ന വിവിധ ഡിപ്പാർട്ട്മെൻറ്റും അടങ്ങുന്ന ഒരു വിപുലമായ സെറ്റപ്പാണ് അസറ്റ് ഹോംസിൻ്റെ പ്രോജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. പ്രോജക്ട്സ് ഹാൻഡിൽ ചെയ്യാൻ അസറ്റ് ഹോംസിന് CTOയുടെ കീഴിൽ ഒരു GM ഉണ്ട്. GMൻ്റെ കീഴിൽ അതാത് പ്രോജക്റ്റ് സൈറ്റിൽ റെസ്പോൺസിബിൾ മാനേജറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യാൻ ഓഫീസിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, എസ്റ്റിമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ടെൻഡറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രോജക്റ്റ് സപ്പോർട്ട് ഡിവിഷൻ, ഡ്രോയിങ് ഡിവിഷൻ, ക്വാളിറ്റി കൺട്രോൾ ഡിവിഷൻ, സേഫ്റ്റി ഡിവിഷൻ. വിഷൻ 2020യിലേക്കുള്ള യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് അസറ്റ് ഹോംസിൻ്റെ പ്രോജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അസറ്റ് ഹോംസ് നമ്മുടെ പ്രോജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഒരു എക്സിക്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ടല്ല കാണുന്നത്. ഇതൊരു സർവീസ് പ്രൊവൈഡിങ് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ ക്ലയൻസിന് സർവീസ് നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് അസറ്റ് ഹോംസ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും 100% ക്വാളിറ്റി, ദാറ്റ് ഇസ് എ ഡിഫക്റ്റ് ഫ്രീ പ്രോഡക്റ്റ്, പറഞ്ഞ സമയത്ത് പറഞ്ഞ കോസ്റ്റിൽ യാതൊരുവിധ അൺസേഫ് ഇൻസിഡൻസോ കൂടാതെ ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അസറ്റ് ഹോംസിൻ്റെ പ്രോജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അസറ്റ് ഹോംസിൻ്റെ പ്രോജക്റ്റുകളെക്കുറിച്ച് പറയാനാണെങ്കിൽ കേരളത്തിലെ 7 നഗരങ്ങളിലായി 12ഓളം മുനിസിപ്പാലിറ്റികളിൽ അല്ലെങ്കിൽ
കോർപ്പറേഷനുകളിലായിട്ടാണ് അസറ്റോംസിൻ്റെ പ്രോജക്റ്റുകൾ പരന്നു കിടക്കുന്നത്. സമീപ ഭാവിയിൽ ഈ 7 ജില്ലകൾ എന്നുള്ളത് 9 ആകുകയും അസറ്റോംസിൻ്റെ 2020 വിഷൻ പ്രകാരം കേരളത്തിന് പുറത്തേക്കും വിഷൻ 2020 പൂർത്തീകരണ സമയത്ത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും, കേരളം കൂടാതെ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്തും പ്രോജക്ട്സുകൾ വ്യാപിപ്പിക്കുകയാണ് പ്രോജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലക്ഷ്യം. സാധാരണയായി എൻ്റെ മുൻപിൽ ഇൻ്റർവ്യൂവിന് എത്താറുള്ള കാൻഡിഡേറ്റ്സിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് അസറ്റോംസിനെ കുറിച്ച് എന്തറിയാം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന മറുപടി തികച്ചും ജനറലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു മറുപടിയാണ്. അതായത് അസറ്റോംസ് പോപ്പുലറായിട്ടുള്ള ഒരു ബിൽഡറാണ്, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്, അപ്പാർട്ട്മെൻറ്റുകളും വില്ലകളും പണിയുന്ന ഒരു കമ്പനിയാണ് എന്നൊക്കെയുള്ള മറുപടികളാണ് കിട്ടാറ്. എന്നാൽ അത് ആ ഉത്തരം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പാർഷ്യലി കറക്റ്റാണ്. പക്ഷേ അത് പരിപൂർണമാകണമെങ്കിൽ അസറ്റോംസ് ഒരു പ്രത്യേകമായ ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായി മുന്നേറുന്ന ഒരു ഹൗസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കി കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. എന്ന് പറഞ്ഞാൽ ബിസിനസ്സും കസ്റ്റമർ സർവീസും എംപ്ലോയി വെൽഫെയറും ഒപ്പം സാമൂഹിക പ്രതിബദ്ധതയും ഒരുമിച്ച് സമന്വയിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു ബ്രാൻഡ് കൈകാര്യം ചെയ്യുന്ന ഒരു നിർമ്മാണ കമ്പനി എന്ന് പറയുമ്പോഴാണ് ആ ഉത്തരം പൂർണ്ണമാകുന്നത്. ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം, മെറ്റീരിയൽ, മാൻ, മണി എന്ന 3 ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാൻ പവർ എന്നത് തന്നെയാണ്. മെറ്റീരിയൽസ് എല്ലാം ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ പ്രധാനപ്പെട്ട ബ്രാൻഡുകൾ തിരഞ്ഞെടുത്ത് നമ്മൾ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, അതുപോലെ തന്നെ പല പ്രോസസ്സുകളിലൂടെയും കടന്ന് മാൻ പവറിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ ഒരു പ്രക്രിയ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അസറ്റോംസിൽ ജോലിക്കെത്തുന്ന കാൻഡിഡേറ്റ്സിന് പല പ്രോസസ്സുകളിലൂടെ, പല എക്സാമിനേഷനുകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്. അതിൽ നിങ്ങൾക്കറിയാം, ആദ്യമായി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് റിട്ടൺ ടെസ്റ്റ്, പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ സൈക്കോമെട്രി ടെസ്റ്റിന് ശേഷം മെഡിക്കൽ ചെക്കപ്പ്, പിന്നെ എക്സ്റ്റേണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ റിപ്പോർട്ട്. ഇതും കഴിഞ്ഞാൽ ഒരു 30 ദിവസം പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനമെടുക്കുവാനായിട്ടുള്ള ഒരു അവസരം. അതായത് ഈ സ്ഥാപനം എൻ്റെ അഭിലാഷങ്ങൾക്കും അഭിരുചികൾക്കും എൻ്റെ പ്രതീക്ഷകൾക്കും ഉതകുന്ന ഒരു സ്ഥാപനമാണോ, മറിച്ച് മാനേജ്മെൻറ്റിന് ഈ കാൻഡിഡേറ്റിനെ കുറിച്ച്, ഈ കാൻഡിഡേറ്റ് ഈ സ്ഥാപനത്തിന് അനുയോജ്യനാണോ എന്ന് 30 ദിവസം പരീക്ഷിക്കപ്പെടുന്നു. അതിനുശേഷമാണ് പെർമനൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ കാൻഡിഡേറ്റ്സിന് നൽകുന്നത്. ഈ പ്രോസസ്സിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളെന്ന് പറയുമ്പോൾ അവർ തികച്ചും സ്ഥാപനത്തിന് അനുയോജ്യരാണ് എന്ന് കാലേകൂട്ടി മാനേജ്മെൻറ്റ് കണ്ടെത്തുന്നു. എന്ന് പറഞ്ഞാൽ അസറ്റോംസിൻ്റെ വളരെ സുതാര്യമായ ലക്ഷ്യത്തിലേക്ക് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരു ടീമായി നടന്നെടുക്കുവാൻ ഇവിടുത്തെ നിലവിലുള്ള തൊഴിൽ സംവിധാനങ്ങളോട് യോജിച്ച് നിന്നുകൊണ്ട്, ഇവിടുത്തെ നിലവിലുള്ള സീനിയർ എംപ്ലോയീസിൻ്റെ സംസ്കാരത്തിനോട് തോളുരുമ്മി നിന്നുകൊണ്ട് ഒരുമിച്ച് സഞ്ചരിക്കുവാൻ, ഒരുമിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ പ്രാപ്തരാണ് എന്ന് പ്രാഥമികമായി കണ്ടെത്തുന്ന ഒരു പ്രക്രിയയാണ് ഞാൻ ഈ പറഞ്ഞ സംവിധാനങ്ങളിലൂടെയെല്ലാം. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന എംപ്ലോയീസിനെ ഈ കമ്പനിയിൽ എത്തിച്ചേരുമ്പോൾ ഇവിടുത്തെ സംസ്കൃതിയും സംസ്കാരവും പഠിപ്പിക്കുന്നതിനും ഒപ്പം ഇവിടുത്തെ തൊഴിൽ സംവിധാനങ്ങളോട് യോജിച്ചു പോകുന്നതിനും ആവശ്യമായ ട്രെയിനിങ്ങുകൾ നൽകാറുണ്ട്. ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും, തൊഴിൽ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കാറുണ്ട്. അതിന് വളരെ കൃത്യനിഷ്ഠയോടുകൂടി തൊഴിലെടുക്കുന്ന ഒരു സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു തൊഴിൽ സംവിധാനം ഈ സ്ഥാപനത്തിലുണ്ട്.
എൻ്റെ പേര് മീന. ഞാനിപ്പോൾ അസറ്റിൽ ജോയിൻ ചെയ്തിട്ട് മോർ ദാൻ 6 ഇയേഴ്സായി. പല കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ അസറ്റിൽ ജോയിൻ ചെയ്തത്. അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ടോട്ടലി ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയറാണ്. ഒരു സിംഗിൾ വേർഡിൽ പറയുവാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ സെക്കൻഡ് ഹോം ഫോർ മീ. പ്രത്യേകം എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് അതിന് കൃത്യമായ ഒരു മാർഗരേഖ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ടീമായി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളെ ലക്ഷ്യം നിറവേറ്റപ്പെടുന്നതെന്ന് പൂർണ്ണമായിട്ടും മാനേജ്മെൻറ്റ് വിശ്വസിക്കുന്നു. അങ്ങനെ ആ ഒരു ടീം ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിസിനസ്സിന് പുറമെ എംപ്ലോയി വെൽഫെയർ, അതുപോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധത, ഇതെല്ലാം സമന്വയിപ്പിക്കുന്നുണ്ട്. എംപ്ലോയി വെൽഫെയർ എന്ന് ഞാൻ പറയുമ്പോൾ നിയമം അനുശാസിക്കുന്ന, അതായത് സ്റ്റാറ്റ്യൂട്ടറി റൂൾസ് അനുശാസിക്കുന്ന ശമ്പളത്തിന് പുറമെ പ്രോവിഡൻറ്റ് ഫണ്ട്, ESI, ഗ്രാറ്റുവിറ്റി, ബോണസ്, മെഡിക്കൽ ലീവ്, കാഷ്വൽ ലീവ്, ഏൺ ലീവ്, ഇങ്ങനെ തുടങ്ങി സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങൾ അനുവദിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നതോടൊപ്പം തന്നെ എംപ്ലോയി വെൽഫെയറിൻ്റെ ഭാഗമായിട്ട്, അതായത് എംപ്ലോയി എൻകറേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അസറ്റ് ഫാമിലി മീറ്റ്, ഓണാഘോഷം, ഈദാഘോഷം, ക്രിസ്മസ് ആഘോഷം, അതുപോലെ തന്നെ വിമൺ എംപ്ലോയീസിൻ്റെ എൻകറേജ്മെൻറ്റിനുള്ള പ്രോഗ്രാംസ്, മാതൃവന്ദനം തുടങ്ങിയ ഒത്തിരി ആക്ടിവിറ്റീസ് നമ്മൾ ഈ സ്ഥാപനത്തിൽ എംപ്ലോയി എൻകറേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടത്താറുണ്ട്. ഈ വളരെ അടുത്ത കാലത്താണ് 2018 തുടക്കത്തിലാണ് പുതിയ കുറേ HR ഇനീഷ്യേറ്റീവ്സും കൂടി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയുണ്ടായി. അതെന്ന് പറയുമ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് രാവിലെ ഒരു എഡ്യൂക്കേറ്റീവ് മെയിലർ മുഖേന എല്ലാ എംപ്ലോയീസിനും കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയെക്കുറിച്ചും വൊക്കാബുലറി ഇൻ ഇംഗ്ലീഷിനെ കുറിച്ചും ജനറൽ നോളജിനെ കുറിച്ചും അതുപോലെ തന്നെ ഹെൽത്തിനെ കുറിച്ചും ഒക്കെ ഒരു മെയിലർ എല്ലാ എംപ്ലോയീസിനും നൽകുന്നതിലൂടെ അവർക്ക് വേണ്ട അവബോധം നൽകിക്കൊണ്ടാണ് ഈ ഒരാഴ്ച കടന്നു പോകുന്നത്. പിന്നെ എക്സലൻ്റ് പെർഫോമേഴ്സായിട്ടുള്ള എംപ്ലോയീസിനെ ഓണർ ചെയ്യുവാനായിട്ട് വാൾ ഓഫ് ഫെയിം എന്നുള്ള ഒരു അവാർഡ്, അതായത് കടന്നുപോയ മാസത്തിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ഒരു എംപ്ലോയിയുടെ ഫോട്ടോ സഹിതമുള്ള റൈറ്റപ്പ് വളരെ വിസിബിളായിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസിലും, കോർപ്പറേറ്റ് ഓഫീസിലും അതുപോലെ തന്നെ മറ്റ് ബ്രാഞ്ച് ഓഫീസുകളിലും സൈറ്റ് ഓഫീസിൻ്റെ പ്രധാനപ്പെട്ട വിസിബിലിറ്റിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ വാൾ ഓഫ് ഫെയിം എന്നുള്ള സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിക്കുകയും അങ്ങനെ ആ എംപ്ലോയിയെ എൻകറേജ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ ജനുവരി 1 മുതലാണ് എല്ലാ എംപ്ലോയീസിനും ഫ്രീ ലഞ്ച് കൊടുക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ ഒത്തിരി നൂതനങ്ങളായ ഒരുപാട് പുതിയ HR ഇനീഷ്യേറ്റീവ്സ് എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യാനായിട്ട് നടപ്പിലാക്കുന്നതിന് മാനേജ്മെൻ്റ് മനസ്സിൽ വളരെ ബൃഹത്തായ പരിപാടികളുണ്ട്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, നിയമം അനുശാസിക്കുന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൈകാര്യം ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു പദ്ധതി തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആഷ്യാന എന്ന് പറയുന്ന ഒരു ഹൗസിംഗ് സ്കീം. ഈ ഹൗസിംഗ് സ്കീമിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതുവരെ 6 വീടുകൾ പണിത് സമൂഹത്തിലെ ദരിദ്രരായിട്ടുള്ള അർഹരായ വ്യക്തികളെ കണ്ടെത്തി അവർക്ക് കൈമാറി ചെയ്ത് കഴിഞ്ഞു. ഇനിയും കുറച്ച് വീടുകൾ കൂടി അവർക്ക് പണിത് കൊടുക്കുവാനുണ്ട്. പിന്നെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ പെൺകുട്ടിക്ക് ഒരു തേക്കുമരം സമ്മാനിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ ആദരിക്കുന്ന ഒരു പരിപാടി. നാളിതുവരെ 3000-ൽ പരം തേക്കും തൈകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് എംപ്ലോയീസിൻ്റെ അമ്മമാരെ സംഘടിപ്പിച്ചുകൊണ്ട് മാതൃദിനത്തിൻ്റെ അന്ന് നമ്മൾ മാതൃവന്ദനം എന്നുള്ളൊരു പരിപാടി നടത്തുന്നത്. പിന്നെ BSF എന്ന് പറഞ്ഞാൽ ബിയോണ്ട് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ള മെറ്റീരിയൽ യൂട്ടിലൈസേഷനിലൂടെ എംപ്ലോയ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള
വീടുകൾ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ച് വിഖ്യാതരായിട്ടുള്ള ആർക്കിടെക്ചേഴ്സിനെ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഉടനീളം അവർക്കൊരു അവബോധം കൊടുക്കുവാനായിട്ടുള്ള ക്ലാസ്സുകൾ പോലെയുള്ള ടോക്ക് ഷോ അസറ്റ് ഹോംസ് നടത്തുന്നു. ഇതും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ടാണ്. കൂടാതെ പ്രൊഫസർ കെ വി തോമസ് ട്രസ്റ്റുമായിട്ട് യോജിച്ചുകൊണ്ട് കേരളത്തിലെ നിർധനരായിട്ടുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയി പുസ്തകവും പഠന സാമഗ്രികളും അവർക്ക് ഉച്ചഭക്ഷണവും ഒക്കെ കൊടുക്കുന്ന സംവിധാനങ്ങൾ. അതോടൊപ്പം തന്നെ ആലുവയിലുള്ള ശ്രീനാരായണ സമിതി എന്ന് പറയുന്ന മന്ദിരത്തിൽ, അഗതി മന്ദിരത്തിൽ അസറ്റ് ഹോംസിൻ്റെ സീനിയർ എംപ്ലോയീസും ചേർന്നിട്ടുള്ള ഒരു ടീം എല്ലാ മാസവും 19-ാം തീയതി അവിടെ വിസിറ്റ് ചെയ്യും. 19-ാം തീയതി എന്ന് പറയുന്നത് അസറ്റ് ഹോംസിൻ്റെ ഫൗണ്ടേഷൻ ഡേ ആണ്. എല്ലാ മാസവും അവിടെ വിസിറ്റ് ചെയ്യുകയും അവിടുത്തെ അന്തേവാസികളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ആ ദിവസത്തെ ഭക്ഷണത്തിൻ്റെ ചിലവ് അസറ്റ് ഹോംസ് വഹിക്കുകയും ചെയ്യുന്ന, ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിസിനസ്സും എംപ്ലോയി വെൽഫെയറും സാമൂഹിക പ്രതിബദ്ധതയും ഒരുമിച്ച് സമന്വയിക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു കമ്പനി എന്ന് പറയുമ്പോഴാണ് അസറ്റ് ഹോംസിൻ്റെ ലക്ഷ്യം പൂർണ്ണമാകുന്നത്. ശരിക്കും ക്വാളിറ്റേറ്റീവായിട്ടുള്ള, വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള, വാല്യൂ ഫോർ മണി കസ്റ്റമർ പ്രതീക്ഷിക്കുന്ന, അദ്ദേഹത്തിൻ്റെ അഭിരുചിക്കും അഭിലാഷത്തിനും ഇഷ്ടത്തിനും ഉതകുന്ന വളരെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൊടുക്കണമെങ്കിൽ ക്വാളിറ്റേറ്റീവായിട്ടുള്ള മെറ്റീരിയലും മാൻ പവറും കമ്പനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഇത്തരം ക്വാളിറ്റി സർവേയിലൂടെ കടന്നു വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ന്യൂ ജോയിനേഴ്സിനോട് എനിക്കൊരു കാര്യം പറയുവാനായിട്ടുള്ളത്, കമ്പനിയുടെ ലക്ഷ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ കമ്പനിയിൽ എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ അച്ചടക്കമായി, വളരെ അച്ചടക്കത്തോടുകൂടി, വളരെ ലക്ഷ്യബോധത്തോടുകൂടി കൂട്ടായി പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആ സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് അസറ്റ് ഹോംസ് ലക്ഷ്യം വെച്ചിരിക്കുന്ന 2020 2000 കോടി ടേൺ ഓവറുള്ള ഇന്ത്യയിലെ ഒന്നാംകിട ബ്രാൻഡായി അസറ്റ് ഹോംസിനെ വളർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള കമ്പനിയുടെ ലക്ഷ്യം ഇവിടെ സാധ്യമാക്കപ്പെടുന്നത്. ആ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ നിങ്ങളേവരും കമ്പനിയോട് കൈകോർക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറിച്ച് അതിന് വിപരീതമായി അച്ചടക്കരാഹിത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നവരെ കമ്പനിക്ക് കാരുണ്യമില്ലാതെ ശിക്ഷിക്കേണ്ടി വരുമെന്നുള്ളതും കൂടി ഞാൻ ഇത്തരത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. കാരണം കമ്പനിയുടെ പുരോഗതിക്കും അച്ചടക്കത്തിനും അത് ആവശ്യമാണ്, അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകം കൂടിയാണ്. ഇനിയും ഒരുപാട് പ്രോജക്റ്റുകൾ കമ്പനിക്ക് സമൂഹത്തിന് നൽകുവാനായിട്ടുണ്ട്. അതിന് നിങ്ങളുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ കമ്പനിക്ക് ആവശ്യമാണ്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും കമ്പനി നടത്തുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സഹകരണവും അഭ്യർത്ഥിക്കുകയാണ്. അത് ചെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ അസറ്റ് ഹോംസിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നതോടൊപ്പം വീണ്ടും ഈ സ്ഥാപനത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. പ്രോജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, അസറ്റ് ഹോംസ് ഒരു ഭൂമി തിരഞ്ഞെടുത്ത് ആ ഭൂമിയിൽ പണിയാൻ പറ്റുന്ന പ്രോജക്റ്റ് ഡിസൈൻ ചെയ്ത് ആ ഡിസൈൻ എല്ലാ നിയമങ്ങളും പാലിക്കുന്നതാണെന്ന് ഉറപ്പുവരുത്തി വേണ്ട എല്ലാവിധ പെർമിറ്റുകളും അപ്രൂവലുകളും ഗവൺമെൻറ് ബോഡീസിൽ അല്ലെ ഏജൻസീസിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് പ്രോജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലേക്ക് പ്രോജക്റ്റ് വരികയായി. ഇത്രയും കാര്യങ്ങൾ, അതായത് ഒരു ഭൂമി കണ്ടെത്തി അതിലൊരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്ത് അപ്രൂവൽ എടുക്കുന്നത് വരെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയാണ്. അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോജക്റ്റിൻ്റെ ഭൂമി പൂജ മുതൽ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്ത് അടുത്ത 6 മാസം അത് പരിപാലിച്ച് അസോസിയേഷൻ ഫോർമേഷൻ വരെ ഉള്ള കാര്യങ്ങൾ പ്രോജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സാധാരണ അസറ്റ് ഹോംസിൻ്റെ ഒരു പ്രോജക്റ്റ് തുടങ്ങി തീരുന്നത് വരെ എങ്ങനെയാണ് ആ പ്രോജക്റ്റ് മുന്നോട്ട് പോകേണ്ടത്, ആരൊക്കെയാണ് ആ പ്രോജക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള രൂപരേഖയുണ്ട്. ഇത് കൃത്യമായി പ്രതിപാദിക്കുന്ന അസറ്റ് ഹോംസിൻ്റെ കോഡ് ഓഫ് പ്രാക്ടീസ് എന്ന ബുക്ക്
അത് കാലാകാലങ്ങളിൽ പരിഷ്കരിക്കുന്ന ബുക്ക് അസറ്റ് ഹോംസിൽ പുതിയതായി ജോയിൻ ചെയ്യുന്ന എല്ലാ എംപ്ലോയീസും കൃത്യമായി വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പ്രോജക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെർമിറ്റുകളെല്ലാം കിട്ടി നല്ല ഒരു ദിവസം നോക്കി അസറ്റ് ഹോംസ് ആ പ്രോജക്റ്റിന് കല്ലിടും. നമ്മളതിനെ ഭൂമി പൂജ എന്ന് വിളിക്കും. ഭൂമി പൂജ കഴിഞ്ഞാൽ ഏകദേശം 1 മാസത്തിനകം അസറ്റ് ഹോംസ് നമ്മുടെ പ്രോജക്റ്റിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓരോ പ്രോജക്റ്റ് സൈറ്റും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഓരോ പ്രോജക്റ്റ് സൈറ്റിലെയും ഓഫീസ് എങ്ങനെയായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ആ ഓഫീസിൽ എന്തൊക്കെ റെക്കോർഡ്സ് വേണം, എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് സൂക്ഷിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കോഡ് ഓഫ് പ്രാക്ടീസിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതായത് അസറ്റ് ഹോംസിൻ്റെ ജനറൽ സൈറ്റ് ആംബിയൻസ് അല്ലെങ്കിൽ ജനറൽ സൈറ്റ് അപ്പിയറൻസ് ത്രൂ ഔട്ട് കേരള അല്ലെ ത്രൂ ഔട്ട് വേറെവർ അസറ്റ് ഹോംസ് ആസ് പ്രോജക്ട്സ് വിൽ ബി യുണീക്ക്. അസറ്റ് ഹോംസിൻ്റെ 4 കീ വാചകങ്ങളാണ് പ്രോജക്ട്സിനെ സംബന്ധിച്ച്: സേഫ്റ്റി, ടൈം, ക്വാളിറ്റി ആൻഡ് കോസ്റ്റ്. അതായത് ഒരു പ്രോജക്റ്റ് നമ്മൾ കസ്റ്റമറോട് കമ്മിറ്റ് ചെയ്ത സമയത്തിനകത്ത് കസ്റ്റമറോട് കമ്മിറ്റ് ചെയ്ത ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ യാതൊരുവിധ ആഫ്റ്റർ സെയിൽസ് കംപ്ലൈൻറ്റും ഇല്ലാത്ത രീതിയിൽ പറഞ്ഞ കോസ്റ്റിൽ യാതൊരുവിധ അൺസേഫ് ഇൻസിഡൻസും ഇല്ലാതെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പ്രോജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കർത്തവ്യം. അസറ്റിൻ്റെ പ്രോജക്റ്റിന് അല്ലെങ്കിൽ ഏതൊരു പ്രോഡക്റ്റിനും ക്വാളിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അസറ്റ് ഇപ്പോൾ അതിനായിട്ടൊരു വിങ് തന്നെ നമുക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊരു വർക്കിനും ഒരു ക്വാളിറ്റി അപ്രൂവൽ കൂടിയേ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കോൺക്രീറ്റിംഗ് ആകട്ടെ, ഏത് വർക്കും ആകട്ടെ, കോൺക്രീറ്റിംഗും നമുക്ക് അതിനോടനുബന്ധിച്ച് വരുന്ന ക്യൂബ് ടെസ്റ്റിംഗ്, സീവ് അനാലിസിസ്, ഇതെല്ലാം ചെക്ക് ചെയ്ത് ഒരു ഉറപ്പുവരുത്തിന് ശേഷം മാത്രമേ നമുക്കൊരു വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് സൈറ്റിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിൽ ഒത്തിരി ചെക്ക് ലിസ്റ്റും അതിൽ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ആ വർക്കിനോട് ബന്ധപ്പെട്ട ഒത്തിരി ക്വാളിറ്റി ചെക്ക് ലിസ്റ്റും ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അപ്രൂവൽ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഒരു നല്ലൊരു പ്രോഡക്റ്റായിട്ട് അവർ ആ ക്വാളിറ്റി വിങ് നമുക്ക് ഒരു അപ്രൂവൽ തരുള്ളൂ. എങ്കിൽ മാത്രമേ അത് വെച്ച് ആ ഒരു സ്റ്റേജിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓരോ സ്റ്റേജിലും നമുക്ക് ക്വാളിറ്റിയുടെ ഒത്തിരി ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ ഈ ക്വാളിറ്റി ചെക്കിങ് ഒരു വർക്കിലൊരു ഡിലേ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അസറ്റ് ഹോംസ് ഒരു ക്വാളിറ്റി മൊബൈൽ ലാബ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് അസറ്റിൻ്റെ എല്ലാ സൈറ്റിലും നിശ്ചിത ഡേറ്റുകളിൽ, ആ ഡേറ്റ് നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ടാകും, ആ ഡേറ്റിൽ വന്ന് ചെക്ക് ചെയ്ത് ഏതൊക്കെയാണോ ചെക്ക് ചെയ്യേണ്ടത് ആ രീതിയെല്ലാം ചെക്ക് ചെയ്ത് അപ്രൂവൽ നമുക്ക് തരാറുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ആ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പ്രോജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന 2 തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന് സൈറ്റ് മാനേജ് ചെയ്യുന്ന എൻജിനീയേഴ്സ്. 2 അവർക്ക് സപ്പോർട്ട് നൽകാനായി നമ്മുടെ ഓഫീസിൽ ഉണ്ടാകുന്ന സപ്പോർട്ട് എൻജിനീയേഴ്സ്. പ്രോജക്റ്റ് സൈറ്റിലുള്ളവരുടെയും ഓഫീസിലുള്ളവരുടെയും വളരെ യോജിച്ച കൂട്ടായ പ്രവർത്തനമാണ് ആ പ്രോജക്റ്റ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ക്വാളിറ്റി, സേഫ്റ്റി, ടൈം, കോസ്റ്റ് ആസ്പെക്ട്സിൽ നമുക്ക് തീർക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രോജക്റ്റ് അസറ്റ് ഹോംസിലേക്ക് വരുന്ന ഓരോ പ്രോജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റാഫും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, ഈ ജോയിൻ ചെയ്ത് അവരവരുടെ ജോലി സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ടതും ഈ അസറ്റ് ഹോംസ് കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെയും കർത്തവ്യമാണ്. ഒരു പ്രോജക്റ്റ് എൻജിനീയറായി അല്ലെ ഒരു സൈറ്റ് എൻജിനീയറായി അല്ലെ ഒരു റെസ്പോൺസിബിൾ മാനേജറായി അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ആൾ തീർച്ചയായും ആ സൈറ്റിൽ പോകുന്നതിന് മുമ്പ് ആ പ്രോജക്റ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഹൃദയസ്ഥമാക്കിയിരിക്കണം. ആ പ്രോജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് വളരെയധികം ടൂൾസ് ഓഫീസിലും സൈറ്റിലുമായി അവൈലബിൾ ആണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെയിനിങ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു എൻജിനീയറെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസം നമ്മുടെ വിവിധ പ്രോജക്റ്റുകളിൽ പോയി അസറ്റ് ഹോംസ് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ആ ആളെ ആ പെർട്ടിക്കുലർ പ്രോജക്റ്റിലേക്ക് അസൈൻ ചെയ്യുന്നത്. ഈ 1 മാസ കാലയളവിൽ തീർച്ചയായും ഈ പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന ആൾ ആ പ്രോജക്റ്റിൻ്റെ ബ്രോഷർ തുടങ്ങി അതിൻ്റെ
പെർമിറ്റ് ഡ്രോയിങ്സ്, അതിൻ്റെ സാങ്ഷൻ പ്ലാൻസ്, വേറെ എന്തെങ്കിലും അപ്രൂവൽസ് അതിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ലൈക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ക്ലിയറൻസ്, ഫയർ ക്ലിയറൻസ്, എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് മുതലായവയുടെ ഡീറ്റെയിൽസ് ഇതെല്ലാം കണ്ടു പഠിക്കുകയും അസറ്റ് ഹോംസിൻ്റെ സ്റ്റാൻഡേർഡ് പ്രതിപാദിക്കുന്ന കോഡ് ഓഫ് പ്രാക്ടീസ്, അസറ്റ് ഹോംസിൻ്റെ പ്രോജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിനെ ആധാരമാക്കി തയ്യാറാക്കിയിരിക്കുന്ന എൻജിനീയറിംഗ് ഹാൻഡ് ബുക്ക്, സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ ഹാൻഡ് ബുക്ക് മുതലായ ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സ് കൃത്യമായി വായിച്ച് മനസ്സിലാക്കുകയും ഇത് കൂടാതെ ആ പ്രോജക്റ്റിന് മുമ്പോട്ട് പോകാനായി പ്രോജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഓൾറെഡി കൊടുത്തിരിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള വർക്ക് ഓർഡേഴ്സ്, പർച്ചേസ് ഓർഡേഴ്സ് മുതലായ ഡോക്യുമെൻറ്റ്സ് മനസ്സിലാക്കിയിട്ടും ആയിരിക്കണം ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യുന്ന ആൾ ആ സൈറ്റിലേക്ക് പോകാൻ. ഈ ബേസ് പ്രിപ്പറേഷൻസ് കഴിഞ്ഞ് ആ സൈറ്റിൽ പോകുന്ന ആൾക്ക് വിത്ത് 1 month ട്രെയിനിങ് തീർച്ചയായിട്ടും അസറ്റ് ഹോംസിൻ്റെ സ്റ്റാൻഡേർഡും അസറ്റ് ഹോംസിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയും മനസ്സിലാവുകയും അത് അങ്ങനെ തന്നെ ആ സൈറ്റിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയും ചെയ്യും. അസറ്റ് ഹോംസ് പുതിയതായി ഏതൊരു സൈറ്റ് സ്റ്റാർട്ട് ചെയ്താലും അവിടെ ചെയ്യേണ്ട എല്ലാ രീതിയിലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസും എടുത്തതിന് ശേഷം മാത്രമേ വർക്കുകൾ തുടങ്ങാറുള്ളൂ. പുതിയ എംപ്ലോയീസ് വരികയാണെങ്കിൽ തന്നെ അവർക്ക് വേണ്ട സേഫ്റ്റി ഇൻഡക്ഷൻ ട്രെയിനിങ്സ് എല്ലാം കണ്ടക്ട് ചെയ്തതിന് ശേഷം മാത്രമേ അവർ വർക്ക് തുടങ്ങാറുള്ളൂ. പുതിയൊരു സൈറ്റ് തുടങ്ങുമ്പോൾ വേണ്ട എല്ലാവിധ സേഫ്റ്റി പ്രിക്കോഷൻസും കൃത്യമായി അസറ്റ് ഹോംസ് എടുക്കാറുണ്ട്. ഒരു പുതിയൊരു എംപ്ലോയി അസറ്റ് ഹോംസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആദ്യമായി സേഫ്റ്റി ഇൻഡക്ഷൻ ട്രെയിനിങ് കണ്ടക്ട് ചെയ്തതിന് ശേഷം മാത്രമേ അവർ ജോലിയിൽ ജോയിൻ ചെയ്യാറുള്ളൂ. സൈറ്റിൽ അവർ ഇറങ്ങുന്നതിന് മുമ്പ് അവർക്ക് വേണ്ട പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്, എല്ലാവിധ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സും അസറ്റ് ഹോംസ് അവർക്ക് നൽകുന്നതാണ്. ഉയരങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ വേണ്ട സേഫ്റ്റി ഫുൾ ബോഡി ഹാർനസ്, അതുപോലെ തന്നെ സേഫ്റ്റി നെറ്റ്സ്, സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ പ്രിക്കോഷൻസും വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും അസറ്റ് ഹോംസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സൈറ്റുകളിൽ സേഫ്റ്റി, അതോടൊപ്പം തന്നെ ഹെൽത്ത്, എൻവയോൺമെൻറ്റ് എന്നീ 3 കാര്യങ്ങൾക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് അസറ്റ് ഹോംസ് നൽകാറുണ്ട്. സൈറ്റിൽ ഓരോ മാസത്തിലും വേണ്ട ട്രെയിനിങ്സ്, അത് ഓരോ വിധത്തിലുള്ള ട്രെയിനിങ്സ് കറക്റ്റായിട്ട് അസറ്റ് ഹോംസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് വർക്കിംഗ് അറ്റ് ഹൈറ്റുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിൽ സേഫ്റ്റി എന്തൊക്കെ പ്രിക്കോഷൻസ് ഓരോ ജോബ്സിന് വേണം അതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ എല്ലാവിധ രീതിയിലുള്ള പ്രിക്കോഷൻസിന് വേണ്ടിയുള്ള ട്രെയിനിങ്സും ഓരോ മാസം ഇടപെട്ട് കമ്പനി എല്ലാ വർക്കേഴ്സിനും സ്റ്റാഫിനും എല്ലാവർക്കും ഒരേപോലെ നൽകുന്നതാണ്. സൈറ്റിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ആക്സിഡൻസിന് വേണ്ട ഫസ്റ്റ് എയ്ഡ് ഓരോ സൈറ്റുകളിലും ഫസ്റ്റ് എയ്ഡ് പോയിൻറ്റുകൾ നൽകി അവിടെ വെച്ച് ഫസ്റ്റ് എയ്ഡ് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ്, വളരെയേറെ ഇമ്പോർട്ടൻസ് അസറ്റ് ഹോംസ് നൽകുന്നുണ്ട്. 6 മാസത്തിലൊരിക്കൽ മെഡിക്കൽ ക്യാമ്പ്സ് എല്ലാ സൈറ്റുകളിലും ഒരേപോലെ പ്രൊവൈഡ് ചെയ്യുന്നു. അസറ്റ് ഹോംസ് ഏറ്റവും അധികം ട്രസ്റ്റ് കൊടുക്കുന്ന ഒരു മേഖല ക്വാളിറ്റിയാണ്. അതായത് കസ്റ്റമർക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ് അസറ്റ് ഹോംസിൻ്റെ ആത്യന്തികമായ പ്രഖ്യാപിത ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് ചീഫ് ടെക്നിക്കൽ ഓഫീസർ തുടങ്ങി സൈറ്റിൽ നിൽക്കുന്ന ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റോർ കീപ്പറോ സേഫ്റ്റി ഓഫീസറോ വരെ ഉള്ള ആളുകൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ അസറ്റ് ഹോംസിൻ്റെ പ്രഖ്യാപിത നയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളോടുള്ള അഭ്യർത്ഥന, അസറ്റ് ഹോംസിൽ ജോയിൻ ചെയ്ത 1 മാസത്തെ ട്രെയിനിങ് കാലയളവിൽ അസറ്റ് ഹോംസിൻ്റെ സിസ്റ്റംസ് പ്രൊസീജിയേഴ്സ് മനസ്സിലാക്കുന്നതോടൊപ്പം ടെക്നിക്കലായിട്ട് അസറ്റ് ഹോംസിൻ്റെ സ്റ്റാൻഡേർഡ്സും മനസ്സിലാക്കി ആ പ്രോജക്റ്റിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസും മനസ്സിലാക്കി ആ പ്രോജക്റ്റിൽ ഇൻവോൾവ് ചെയ്യുകയും പറഞ്ഞ സമയത്ത് പറഞ്ഞ ക്വാളിറ്റിയിൽ വിത്തിൻ ദ സ്പെസിഫൈഡ് കോസ്റ്റ് വിത്തൗട്ട് എനി അൺസേഫ് പ്രാക്ടീസസ് ആ പ്രോജക്റ്റ് പൂർത്തിയാക്കുകയും ചെയ്യാൻ ആണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. വെൽക്കം ഡിയർ ഫ്രണ്ട്, മൈ നെയിം ഇസ് മുഹമ്മദ് ഫറൂഖ്. ഞാൻ അസറ്റ് ഹോംസിൻ്റെ ചീഫ് സെയിൽസ് ഓഫീസറാണ് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് സർക്കിൾ മെമ്പേഴ്സിലെ ഒരു മെമ്പറാണ് ഞാൻ. സാധാരണ കമ്പനികൾ കാണുന്ന പോലെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് നോർമലി ഒരാളായിരിക്കും ഹെഡ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ അങ്ങനെ അസറ്റ് ഹോംസിൽ അങ്ങനെയല്ല. സെയിൽസും മാർക്കറ്റിംഗ് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൽ സെയിൽസിൻ്റെ ഓപ്പറേഷൻസാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മുടെ അസറ്റ് ഹോംസിൻ്റെ ഒരു സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സെയിൽസ് ടീമും ഇൻഡയറക്റ്റ് സെയിൽസ് ടീമും ഉണ്ട്.
ഡയറക്റ്റ് സെയിൽസ് ടീം എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രാഞ്ചുകൾ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ബ്രാഞ്ചുകളും ഇന്ത്യക്ക് പുറത്ത് ദുബായ്, ഖത്തർ, US ഈ സ്ഥലങ്ങളിലും നമുക്ക് ബ്രാഞ്ചുകളുണ്ട്. സോ ഇവിടെയെല്ലാം നമ്മുടെ കമ്പനി റോൾസിലുള്ള എംപ്ലോയീസ് ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ നമ്മുടെ ഡയറക്റ്റ് സെയിൽസ് ടീമിനെ കുറിച്ച് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു ഇൻഡയറക്റ്റ് സെയിൽസ് ടീമുണ്ട്. ഇവരെയാണ് നമ്മൾ ടീം 3A എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പം കേട്ട് കാണുമായിരിക്കും DSAs, ഡയറക്റ്റ് സെയിൽ അസോസിയേറ്റ്സ്, അല്ലെങ്കിൽ ബ്രോക്കേഴ്സ്, കൺസൾട്ടൻസ്. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസറ്റ് ഹോംസിൽ നേരിട്ട് വർക്ക് ചെയ്യാതെ ഓൺ കമ്മീഷൻ ബേസ് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ പറഞ്ഞ ഈ ടീം 3A എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ടീം 3A മെമ്പേഴ്സിനെ ശരിക്കും പറഞ്ഞാൽ അസറ്റ് ഹോംസ് നേരിട്ടല്ല നമ്മളിത് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. ഇവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇവരെ മാനേജ് ചെയ്യാൻ വേണ്ടി വി ഹാവ് എ കമ്പനി കോൾ പ്രോപ്പ് സൊല്യൂഷൻസ്. സോ പ്രോപ്പ് സൊല്യൂഷനോടാണ് നമ്മുടെ കോൺട്രാക്റ്റുകൾ. പ്രോപ്പ് സൊല്യൂഷൻ ആയിരിക്കും ഈ പറഞ്ഞ ടീം 3A മെമ്പേഴ്സിനെ മാനേജ് ചെയ്യുന്നത്. സോ ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നത് അസറ്റ് ഹോംസ് ആയിരിക്കും. ഇവരുടെ സെയിൽസ് സ്കീംസ്, ഇൻസെൻറ്റീവ്സ്, കമ്മീഷൻസ് ഇതെല്ലാം നമ്മൾ അസറ്റ് ഹോംസ് ഡയറക്റ്റ് റിലീസ് ചെയ്യും. ബട്ട് ഇവർ ടോട്ടലി മാനേജ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഈ പ്രോപ്പ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഈ കമ്പനി ആയിരിക്കും. അപ്പോൾ നമ്മുടെ അസറ്റ് ഹോംസിൻ്റെ പ്രവർത്തന ഈ സെയിൽസിൻ്റെ ഒരു ഓപ്പറേഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ നോർമലി എല്ലാ കമ്പനികളും ചെയ്യുന്ന പോലെ നമ്മൾ എൻക്വയറി ജനറേഷന് വേണ്ടി ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു വൺ ഓഫ് ദി മെത്തേഡ്സ് ആണ് നമുക്ക് വരുന്ന അസറ്റ് ഹോംസിൻ്റെ വെബ്സൈറ്റിൽ വരുന്ന എൻക്വയറീസ്. ഈ അസറ്റ് ഹോംസിലേക്ക് എൻക്വയറി ചെയ്യാൻ വേണ്ടിയുള്ള പല ഡിജിറ്റൽ മാർക്കറ്റിങ്ങും നമ്മുടെ കമ്പനി ചെയ്യുന്നുണ്ട്. അതിലൂടെ അസറ്റ് ഹോംസിൻ്റെ വെബ്സൈറ്റിൽ വരുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എൻക്വയറി ചെയ്യുന്ന ആൾക്കാർ നമുക്ക് എൻക്വയറിയോട് ലഭിക്കുകയും നമ്മുടെ സെയിൽസ് ടീം അത് ഡയറക്റ്റ് സെയിൽസ് ടീം അത് ഹാൻഡിൽ ചെയ്യും, സൈറ്റ് വിസിറ്റിന് കൊണ്ടുപോവുകയും പിന്നെ ഫർദറായിട്ട് എങ്ങനെ സെയിൽസിൻ്റെ ക്ലോസിങ് കാര്യങ്ങൾക്ക് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇതൊരു ജനറേഷൻ മെത്തേഡാണെങ്കിൽ, ലീഡ് ജനറേഷൻ മെത്തേഡാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് സൈറ്റ് എക്സ്പോസ്, ക്രെഡായി പോലത്തെ പ്രോപ്പർട്ടി എക്സ്പോസ്, പല ലീഡ് ജനറേഷൻ ആക്ടിവിറ്റീസ്. ഇതെല്ലാം നമ്മൾ കാലാകാലങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് എല്ലാ എന്താ പറയുക കൺവെൻഷണൽ മെത്തേഡ്സും കൂടാതെ അസറ്റ് ഹോംസിൻ്റെ പ്രത്യേകതയോട് ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ്. അതിലൊന്നാണ് ടൂർ ഡി അസറ്റ് പോലത്തെ പ്രോഗ്രാംസ്. ടൂർ ഡി അസറ്റ് എന്ന് പറഞ്ഞാൽ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ നമ്മുടെ NRI സീസണിൽ നമ്മുടെ NRI പ്രോസ്പെക്ട്സിന് അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് ക്ലയൻസിന് നമ്മുടെ സൈറ്റിൽ കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ടൂർ ഡി അസറ്റ്. നമ്മളിപ്പോൾ എയർപോർട്ടിൽ നിന്ന് ചിലപ്പോൾ ഈ പറഞ്ഞ പ്രോസ്പെക്ട്സിനെ നമ്മൾ സൈറ്റിൽ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാവാം. അല്ലെങ്കിൽ ഈ NRIs നാട്ടിൽ വരുമ്പോൾ അവർ നാട്ടിൽ എവിടെയാണോ മീറ്റിംഗ് പോയിൻറ്റ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊച്ചിയിൽ നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് ഹോട്ടൽ, ഇവിടെ ഫാമിലിയായിട്ട് കാലാകാലങ്ങളായിട്ട് നമ്മുടെ NRI സുഹൃത്തുക്കൾ വരുന്നൊരു സ്ഥലമാണ്. സോ ഇവിടെ നമ്മളവരെ ഈ മീറ്റിംഗ് പോയിന്റിൽ നമ്മുടെ പ്രൊജക്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കുകയും അവിടെ നിന്ന് നമ്മുടെ സൈറ്റുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ടൂർ ഡി അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നൂതനമായ ഒരുപാട് ആക്ടിവിറ്റീസ്, സെയിൽസ് ജനറേഷൻ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അസറ്റ് ഹോംസിൻ്റെ ഒരു പ്രവർത്തന പാരമ്പര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 10-12 വർഷം കൊണ്ട് ഏറ്റവും ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് ടൈംലി ഹാൻഡ് ഓവർ ചെയ്യുന്നൊരു പേര് അല്ലെങ്കിൽ ആ ഒരു പ്രസിദ്ധി അസറ്റ് ഹോംസിന് മാത്രം സ്വന്തമായിട്ടുള്ളതാണ്. അത് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഇത്രയും പ്രൊജക്റ്റുകൾ ലോഞ്ച് ചെയ്യുകയും അതുപോലെ അത് ടൈമിൽ ഡെലിവറി ചെയ്ത ഏക ബിൽഡറാണ് അസറ്റ് ഹോംസ്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ഒരു 10-12 വർഷം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ചെറിയ ബിൽഡറിന്ന് ഇപ്പോൾ ഏതൊരു വ്യക്തിയും ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അസറ്റ് ഹോംസ് ഒരു കമ്പനിയെ കൺസിഡർ ചെയ്യാതെ മുന്നോട്ട് പോകില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ വളർച്ച നോക്കുകയാണെങ്കിൽ അതിപ്പോൾ നമ്പേഴ്സ് ആയിക്കോട്ടെ, നമ്പർ ഓഫ് പ്രൊജക്ട്സ് ആയിക്കോട്ടെ, ഇതിലെല്ലാം ഇപ്പോൾ ഒരു നമ്പർ 1 എന്നൊരു ബിൽഡർ നമ്മൾ കരസ്ഥമാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ 2020 നമുക്ക് ഒരു വിഷൻ 2020 എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ അതിലേക്കുള്ള ഒരു പ്രയാണത്തിന് ഇപ്പോഴത്തെ ഈ നമ്പേഴ്സ് എല്ലാം ഭയങ്കര സപ്പോർട്ടീവാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഇനി വരാമെന്ന പ്രൊജക്ട്സുകളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 2020 വിഷൻ നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു പൊസിഷനിലാണ് ഇപ്പോൾ അസറ്റ് ഹോംസ് ഉള്ളത്. ഇനിയിപ്പോൾ ഈ അസറ്റ് ഹോംസിൻ്റെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ സെയിൽസ് ടീമിൻ്റെ സ്ട്രക്ചർ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാഞ്ചുകളിൽ സെയിൽസ് ടീമുണ്ട്, ഡയറക്റ്റ് സെയിൽസ് ടീമുണ്ട്, then ഇൻഡയറക്റ്റ് സെയിൽസ് ടീം എന്നുകൊണ്ട് ടീം 3A ഉണ്ട്. ഈ ഡയറക്റ്റ് സെയിൽസ് ടീംസ് വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരാൾ ഒരു പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഒരു സെയിൽസ് ഫ്രണ്ടിൽ വയ്ക്കുന്ന സെയിൽസ് മാനേജർ ആയിക്കോട്ടെ, അസിസ്റ്റൻറ്റ് മാനേജർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ സെയിൽസ് എക്സിക്യൂട്ടീവ്, ഇവർക്കെല്ലാം ഒരു കൃത്യമായ ഗ്രോത്ത് പാറ്റേൺ നമ്മുടെ കമ്പനിക്കുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ച് മാനേജേഴ്സ് ഈ കഴിഞ്ഞ ഒരു 3-4 കൊല്ലം എടുക്കുകയാണെങ്കിൽ ബ്രാഞ്ച് മാനേജേഴ്സ് ബ്രാഞ്ച് മാനേജർ ലെവലിലേക്ക് പ്രൊമോട്ടായിപ്പെട്ടിരിക്കുന്ന എല്ലാം നമ്മുടെ ഈ പറയുന്ന സെയിൽസ് ടീം മെമ്പേഴ്സാണ്. സോ ഇവിടെ നമ്മുടെ സെയിൽസ് ടീമിനകത്ത് ഒരുപാട് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആദ്യം കൺസിഡർ ചെയ്യപ്പെടുന്ന ഏത് പൊസിഷനും ഹയർ പൊസിഷനും കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ഈ സെയിൽസ് ടീം മെമ്പേഴ്സാണ്. ഇതുകൂടാതെ നമ്മൾ ഡയറക്റ്റ് സെയിൽസ് ടീം ഇവരുടെ എഫേർട്ടിനെ നമ്മൾ
സാലറി, അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ സാലറി, ബട്ട് എപ്പോഴും അറിയാമല്ലോ ഒരു സെയിൽസ് ജോബ് എന്ന് പറയുന്നത് ഇൻസെൻറ്റിവൈസ്ഡ് ജോബാണ്. സോ അതിന് കൃത്യമായ ഇൻസെൻറ്റീവ്സും നമ്മുടെ കമ്പനി കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തുള്ള ഇൻഡസ്ട്രി കമ്പയർ ചെയ്യുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസെൻറ്റീവ് പാക്കേജാണ് അസറ്റ് ഹോംസ് നൽകുന്നത്. അത് കൃത്യമായ കാലയളവിൽ നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. അതിൽ ഹാപ്പി ആയ എംപ്ലോയീസാണ് നമ്മുടെ കൂടെയുള്ളത്. അതിന് ബെസ്റ്റ് തെളിവാണ് നമ്മുടെ കൂടെയുള്ള ഇത്രയും വർഷം ഒരുപാട് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഇത്രയും നാൾ നമ്മുടെ കൂടെ ഒരുപാട് ലോങ് ടേം എംപ്ലോയീസ് നമ്മുടെ കൂടെയുണ്ട്. അതിനുള്ള തെളിവാണത്. നിങ്ങൾക്കറിയാം ഏത് സ്ഥാപനത്തിൻ്റെയും നെടും തൂണെന്ന് പറയുന്നത് അതിൻ്റെ സെയിൽസാണ്. അപ്പോൾ സെയിൽസ് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ കമ്പനിയുടെ പ്രോഗ്രസ് അതുപോലെ അത്രയും ഫാസ്റ്റായിട്ട് കമ്പനി ഉദ്ദേശിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോട്ടേഴ്സ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ പേസിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ സെയിലും ഒരു സെയിൽസ് ഓറിയൻറ്റഡ് മൈൻഡാണ്. സോ ദാറ്റ് നമ്മളിപ്പോൾ ഈച്ച് ആൻഡ് എവറി എംപ്ലോയി തിങ്ക് ചെയ്യാണ് നമുക്കതിനകത്ത് ഒരു കസ്റ്റമറെ കൊണ്ടുവരാൻ പറ്റുന്ന ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതിയോളം ജോലി കംപ്ലീറ്റ് ആയി. സോ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും, ഈ ഓരോ എംപ്ലോയീസിൻ്റെയും ആക്ടിവിറ്റീസ് സെയിൽസ് ഓറിയൻറ്റഡ് ആയിരിക്കണം എന്നാണ് നമ്മുടെ കമ്പനിയുടെ ഒരു പോളിസി. സോ നിങ്ങൾ ചിലപ്പോൾ സെയിൽസിലായിരിക്കാം, പ്രൊജക്റ്റിലായിരിക്കാം, കസ്റ്റമർ സർവീസിലായിരിക്കാം, അല്ലെങ്കിൽ ഈവൻ ഫിനാൻസിലായിരിക്കാം, ഇപ്പോൾ അഡ്മിനിലായിരിക്കാം. എവിടെയാണെങ്കിലും ഈ കമ്പനിയിലേക്ക് ഒരു പ്രോസ്പെക്റ്റിന് ഒരു കസ്റ്റമർ ആഡ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. സോ ഇതൊന്നും വെറുതെ അല്ല. നമ്മളിപ്പോൾ ഡയറക്റ്റ് സെയിൽസ് ടീമിന് ഇൻസെൻറ്റീവ് കൊടുക്കുന്ന പോലെയും സാലറി കൊടുക്കുന്ന പോലെയും ഈ ഇൻഡയറക്റ്റ് സെയിൽസ് ടീമിന് കമ്മീഷൻ കൊടുക്കുന്ന പോലെയും ഓരോ റെഫറലിനും, ഓരോ എംപ്ലോയി തരുന്ന റെഫറലിനും കമ്പനി റിവാർഡ് ചെയ്യുന്നുണ്ട്. എംപ്ലോയി റെഫറൽ സ്കീമുണ്ട് കമ്പനിക്ക്, കൃത്യമായ പോളിസി ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞില്ലേ ഓരോ ആക്ടിവിറ്റിയും, ഇപ്പോൾ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ചിന്ത എന്ന് വെച്ചാൽ എങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് കൃത്യമായിട്ട് കസ്റ്റമർക്ക് മനസ്സിലാക്കി കൊടുക്കാം, അല്ലെങ്കിൽ എത്രത്തോളം അത് കസ്റ്റമർ എത്ര പെട്ടെന്ന് ഇഷ്ടപ്പെടാം, എങ്ങനെ കണ്ട് താല്പര്യം ഉണ്ടാക്കാം എന്നുള്ളൊരു ആംഗിളിലാണ് എല്ലാ എംപ്ലോയും വർക്ക് ചെയ്യേണ്ടത്. സോ ആ ആംഗിൾ വർക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചാൽ നമ്മുടെ കസ്റ്റമർ ഒരു പ്രോസ്പെക്റ്റീവ് ക്ലയൻറ്റ് ഈവൻ സൈറ്റിലേക്ക് വാക്ക് ഇൻ ചെയ്താൽ പോലും നമ്മുടെ പ്രോഡക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ട് അതൊരു കസ്റ്റമറാക്കി മാറ്റാൻ നിങ്ങളെ കൊണ്ട് ഇൻഡയറക്റ്റായി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ ഈച്ച് ആൻഡ് എവറി എംപ്ലോയി തിങ്ക് ചെയ്യേണ്ടത് ഒരു കസ്റ്റമർ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്. നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും ഈ പറഞ്ഞ നമ്മുടെ അസറ്റ് ഹോംസിൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഈസി ആക്കുന്ന രീതിയിലായിരിക്കണം എല്ലാവരും ആക്ടിവിറ്റി ഉണ്ടാവേണ്ടത്. സോ ആ ആംഗിളിൽ നിങ്ങളെല്ലാ കാര്യങ്ങളും ചെയ്യാം. നമ്മുടെ ഇപ്പോൾ അസറ്റ് ഹോംസിൻ്റെ നിങ്ങളൊരു പ്രോഡക്റ്റ് റേഞ്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്പാർട്ട്മെൻറ്റ്സ്, വില്ലകൾ, കമേഴ്ഷ്യൽ സ്പേസ് ഇങ്ങനെ പോകുന്നു. ടൗൺ ഹൗസസ്, ഈ ടൗൺ ഹൗസ് എന്ന് പറഞ്ഞാൽ ഈ സ്വിസ് മോഡലാണത്. അതായത് ഒരു ഹൈ റൈസ് ബിൽഡിംഗ് ആയിരിക്കില്ല, ഒരു വില്ല ആയിരിക്കില്ല, ഇതിൻ്റെ കോമ്പിനേഷൻ. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് റേഞ്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കസ്റ്റമേഴ്സിനെയും തൃപ്തിപ്പെടുത്താവുന്ന പ്രൊഡക്ട്സ് നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ 45 ലക്ഷം മുതൽ 4.5 കോടി വരെ ആണെങ്കിലും ഇപ്പോൾ അഫോർഡബിൾ സെഗ്മെൻറ്റിലേക്കും നമ്മുടെ കമ്പനി എൻ്റർ ചെയ്യാൻ പോവുകയാണ്. സോ അഫോർഡബിൾ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 25 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്യാം, 30 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സോ അത് ഈ അസറ്റ് ഹോംസ് എല്ലാ രീതിയിലും എല്ലാ കസ്റ്റമേഴ്സിനെയും തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന പ്രൊഡക്ട്സുകൾ അസറ്റ് ഹോംസിൻ്റെ നിലവിലുണ്ട്. ഇനിയും കൂടുതൽ പ്രൊഡക്ട്സുകൾ വരികയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ വിൽക്കണമെങ്കിൽ അത് ഒരു മാർക്കറ്റിൽ ഇതും കൂടി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ കസ്റ്റമേഴ്സിന് ഇമ്മീഡിയറ്റ്ലി അതൊരു ബോധ്യമാവണം. ഇത് ഒരുപാട് ഇപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് തട്ടിപ്പുകൾ നടന്നൊരു ഇൻഡസ്ട്രിയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ആ ഒരു തട്ടിപ്പുകളിൽ നിന്നൊക്കെ മാറി ഒരുപാട് നമ്മുടെ കേരളത്തിലെ ഓരോ വ്യക്തികളെടുക്കുകയാണെങ്കിൽ വളരെ വിദ്യരാണ്. അവർക്ക് വളരെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ കൃത്യമായി പഠിച്ച ശേഷമാണ് അവർ ഓരോ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്നത്. സോ ആ ലെവലിൽ നോക്കുകയാണെങ്കിൽ റേറ, ഈ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്നുള്ളൊരു ബില്ല് തന്നെ നമ്മൾ ഇപ്പോൾ ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു 2 വർഷം മുന്നേ വരെ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്നൊരു പേരുണ്ടായിരുന്ന ഈ ഇൻഡസ്ട്രിയും ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് വരികയാണ് ഈ ബില്ല് പാസ്സാവുന്ന തുടങ്ങി. സോ ഈ റെറ പറയുന്ന കാര്യങ്ങൾ, അതായത് ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു ബയർ അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിൻ്റെ താല്പര്യങ്ങൾ കംപ്ലീറ്റ് സംരക്ഷിച്ചുകൊണ്ടാണ് ഈ ബില്ലുകൾ വന്നിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങളെല്ലാം കാലങ്ങൾക്ക് മുന്നേ, വർഷങ്ങൾക്ക് മുന്നേ പാലിച്ച് പോകുന്നൊരു ബിൽഡറാണ് അസറ്റ് ഹോംസ്. സോ ഈ ബില്ല് വരുന്നതോടെ ഈ ഇൻഡസ്ട്രിയിലുള്ള ഈ പറഞ്ഞ നമ്മുടെ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയിലുള്ള കള്ളനാണയങ്ങൾ ശരിക്കും ഇല്ലാതാവുകയും ചെയ്യുന്നു. നമുക്കൊരു ധൈര്യമായിട്ട് ഒരു ഇൻവെസ്റ്റർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്ന ഈ റെറ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇതിനകത്ത് ഈ ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുന്ന അസറ്റ് ഹോംസിനെ സംബന്ധിച്ചോളം ഇത് നല്ലൊരു വെൽക്കമിങ് സിറ്റുവേഷനാണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റായിട്ട് ചെല്ലുമ്പോൾ ഇത് എന്താണ് അസറ്റ് ഹോംസ്, എന്താണ് ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കേണ്ട ഒരു അവസ്ഥ അസറ്റ് ഹോംസിന് ഇല്ല. കാരണം അത് ഈ 10 വർഷം കൊണ്ട് നേടിയെടുത്ത കമ്പനിയുടെ ഒരു ബ്രാൻഡാണ് കാണിക്കുന്നത്. സോ ഈ ബ്രാൻഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ആ ഒരു ബ്രാൻഡ് വാല്യൂ കിട്ടുകയും ചെയ്യും, ആക്സെപ്റ്റൻസും കിട്ടുകയും ചെയ്യും. നിങ്ങൾ പുറത്തു പോയിട്ടൊരു ഈ കമ്പനിയെക്കുറിച്ച്, ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് കേൾക്കാത്തവരായിട്ട് ഇപ്പോൾ ചുരുക്കം, ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവുള്ളൂ. ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. എനിക്കിനി പറയാനുള്ളത് നമ്മുടെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, സെയിൽസ് ഫംഗ്ഷനിലേക്ക് ജോയിൻ ചെയ്യുന്ന എൻ്റെ കൊലീഗ്സിൻ്റെ അടുത്താണ് പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ല, സെയിൽസ്
എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് നമ്മൾ മനസ്സിലാക്കണം. ഇതിലേക്ക് വരുന്ന ഓരോ എൻക്വയറിയും, ഈ കമ്പനിയിലേക്ക് വരുന്ന ഓരോ എൻക്വയറിയും ശരിക്കും പറഞ്ഞാൽ അത് സ്വമേധയാ വരുന്നതുകൊണ്ട് കമ്പനി ഒരുപാട് സ്പെൻഡ് ചെയ്ത് എൻക്വയറി ജനറേഷൻ നടത്തുന്നത്. സോ ഓരോ എൻക്വയറിയും വിലപ്പെട്ടാണ്. അപ്പോൾ ഈ എൻക്വയറി നമ്മൾ അതിൻ്റേതായ ഗൗരവത്തോടെ ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ ഈ സെയിൽസിലേക്ക് വരുന്ന ഓരോ എംപ്ലോയിയും ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഒരുപാട് ഫോർമാറ്റ്സ്, നമ്മൾ സെയിൽസ് ടീം പാലിക്കേണ്ട ഒരുപാട് ഫോർമാറ്റ്സ് ഉണ്ട്. ഓരോ എൻക്വയറി വന്നു കഴിഞ്ഞാൽ അത് എവിടെ രേഖപ്പെടുത്തണം. ഇപ്പോൾ നമുക്ക് ക്വാഡ്ര എന്നുള്ള ERP സൊല്യൂഷൻ ഉണ്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഒരു ആസ്പെക്റ്റാണ്. കാരണം നമ്മുടെ കമ്പനിയുടെ ഒരു MIS മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം കംപ്ലീറ്റ് നമുക്ക് ലഭിക്കുന്നത് ഈ ക്വാഡ്രയിലൂടെയാണ്. സോ ഈ ക്വാഡ്രയിലൂടെ എൻട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സെയിൽസ് ടീം മെമ്പേഴ്സ് അവർക്ക് വരുന്ന എൻക്വയറി ഈ ക്വാഡ്രയിലൂടെ എൻ്റർ ചെയ്ത് പ്രോപ്പറായിട്ട് മാനേജ് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ടു ബോട്ടം എല്ലാ ഇൻഫർമേഷൻസ് ഇതിലൂടെ ലഭിക്കും. സോ ഈ സെയിൽസ് ടീം മെമ്പേഴ്സ് പാലിക്കേണ്ട കൃത്യമായ ഫോർമാറ്റ്സ് നമ്മുടെ ടീം പാലിക്കേണ്ടതാണ്. അതിപ്പോൾ എൻക്വയറി ജനറേഷൻ, സൈറ്റ് വിസിറ്റ്സ്, നമ്മൾ സൈറ്റ് വിസിറ്റ് കൊണ്ടുപോകുമ്പോൾ ഏത് രീതിയിൽ കൊണ്ടുപോകണം, ഇതെല്ലാം കൃത്യമായ ക്ലാസ്സുകളും ട്രെയിനിങ്ങും നമ്മൾ തരുന്നുണ്ട്. അതെങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഫോളോ ചെയ്യണം, ഈ കസ്റ്റമർ ഫോളോ അപ്പ് എങ്ങനെ ചെയ്യണം, എത്രമാത്രം ഫോളോ അപ്പ് ചെയ്യണം, സെയിൽ ക്ലോസ് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരു സെയിൽ ക്ലോസ് കഴിഞ്ഞാൽ മാത്രം ഒരു സെയിൽസ് പേഴ്സൻ്റെ കർമ്മം അല്ലെങ്കിൽ ഡ്യൂട്ടി തീരുന്നില്ല. ഈ കസ്റ്റമറെ ബുക്കിംഗ് എടുത്ത് അത് 30 days ആണ് നമ്മുടെ എഗ്രിമെൻറ്റ് ടൈം. ഈ എഗ്രിമെൻറ്റ് ടൈമിനുള്ളിൽ എഗ്രിമെൻറ്റ് ചെയ്ത് 30% പേയ്മെൻറ്റ് വാങ്ങിക്കുന്ന ഉത്തരവാദിത്വം വരെ, ഇനി ഈവൻ ഈ പ്രൊജക്റ്റ് തീരുന്നവരെ കസ്റ്റമർ ഫണ്ട് കമ്പനിക്ക് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം, ഈ പറഞ്ഞ ഭാരിച്ച ഉത്തരവാദിത്വം നമ്മുടെ സെയിൽസ് ടീമുണ്ട്. സോ ഒരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഒരു പരിധിവരെ എന്താ പറയുക എൻഷുർ ചെയ്യാൻ നമ്മുടെ സെയിൽസ് ടീമിന് പറ്റും ഈ ഒരു കൃത്യമായ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ. സോ ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം, നമ്മുടെ ഓരോ സെയിൽസ് ടീം മെമ്പറിൻ്റെ മനസ്സിലുണ്ടാവേണ്ടതാണ്. വെൽക്കം ടു അസറ്റ് ഹോംസ് ഫാമിലി. ഞാൻ ദീപക് തോമസ്, അസറ്റ് ഹോംസിൻ്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ്. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ട്രക്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹെഡ് ചെയ്യുന്നത് CFOയുടെ കീഴിൽ 2 ഫിനാൻസ് മാനേജേഴ്സ് ഉണ്ട്. ഒരു ഫിനാൻസ് മാനേജർ ഓപ്പറേഷൻസും ഫണ്ട്സ് മാനേജ്മെൻറ്റും നോക്കുന്നു. മറ്റേ ഫിനാൻസ് മാനേജർ നമ്മുടെ കമ്പനിയുടെ ഓഡിറ്റിംഗ്, ടാക്സേഷൻ അത്തരം ചുമതലകളാണ് കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങൾ അസറ്റ് ഹോംസിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു 10 അംഗ ടീമാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ കഴിഞ്ഞ 11 കൊല്ലമായിട്ട് കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് സ്തുത്യർഹമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് അസറ്റ് ഹോംസ്. അസറ്റ് ഹോംസ് ഗ്രൂപ്പിന് 2 കമ്പനികളുണ്ട്. ഒന്ന് അസറ്റ് ഹോംസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അസറ്റ് ഹോംസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് കമ്പനി അല്ലെങ്കിൽ പേരൻറ്റ് കമ്പനി. രണ്ടാമത്തെ കമ്പനി അസറ്റ് ഇന്ത്യ ഇൻഫ്രാ പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. അസറ്റ് ഇന്ത്യ അസറ്റ് ഹോംസിൻ്റെ 100% സബ്സിഡറി കമ്പനിയാണ്. ഇങ്ങനെ 2 കമ്പനികളുള്ളതുകൊണ്ട് നമ്മൾ 2 കമ്പനികളുടെയും അക്കൗണ്ടിങ് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു എക്സ്പെൻസ് അക്കൗണ്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കസ്റ്റമറിൽ നിന്നൊരു ചെക്ക് വാങ്ങിക്കുമ്പോൾ ആ പ്രോജക്റ്റ് ഏത് കമ്പനിയിലാണ് വരുന്നതെന്ന് നോക്കിയ ശേഷം വേണം അത് ചെയ്യാനായിട്ട്. ഇവിടെ അക്കൗണ്ടിങ് എല്ലാം സെൻട്രലൈസ്ഡ് ആണ്. ക്വാഡ്ര സോഫ്റ്റ്വെയറിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ എല്ലാം ഡേറ്റയെല്ലാം എൻ്റർ ചെയ്യുന്നത്. ക്വാഡ്ര ഒരു റിയൽ എസ്റ്റേറ്റ് ERP പാക്കേജാണ്. ക്വാഡ്രയിലുള്ള എൻട്രി നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾ കണക്കാക്കണം. കാരണം വെച്ചാൽ ക്വാഡ്രയിൽ കറക്റ്റായിട്ട് ഡാറ്റ ക്യാപ്ചർ ചെയ്യുന്നതിൽ മാത്രമേ നമുക്ക് ക്വാഡ്ര കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അസറ്റ് ഹോംസിൽ ജോയിൻ ചെയ്യുന്ന ഏത് എംപ്ലോയിയോടും ഫിനാൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ എനിക്ക് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഫസ്റ്റ്, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. അത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിയിലും ബഡ്ജറ്റിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക, ടൈമിനുള്ളിൽ തീർക്കുക, അപ്രൂവൽ എടുക്കേണ്ട സ്ഥലത്ത് അപ്രൂവൽ എടുക്കുക, കോസ്റ്റ് കോൺഷ്യസ് ആകുക. ജനറലി എനിക്കതാണ് പറയാനുള്ളത്, കോസ്റ്റ് കോൺഷ്യസ് ആയിട്ട് പ്രവർത്തിക്കുക. ഒരു എക്സ്പെൻസ് ഇൻകർ ചെയ്യുന്നതിന് മുമ്പ് അത് ഇൻകർ ചെയ്യേണ്ടതാണോ എന്ന് രണ്ടാമത് ചിന്തിക്കുക. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അസറ്റ് ഹോംസ് ഒരു നല്ല കോർപ്പറേറ്റ് സിറ്റിസണാണ്. എല്ലാ ടാക്സുകളും, അത് ഇൻകം ടാക്സ് ആയാലും GST ആയാലും PF ESA ആണെങ്കിലും എല്ലാം സമയത്ത് അടയ്ക്കുകയും കൃത്യമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഓരോ എംപ്ലോയീസിൽ നിന്നും അസറ്റ് ഹോംസ് പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിലും എന്തെങ്കിലും ടാക്സ് കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ലോ ഓഫ് ദ ലാൻഡുമായിട്ട് കംപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് കംപ്ലൈ ചെയ്യുക. നിങ്ങൾക്കറിയാം, അതുപോലെ തന്നെ അസറ്റ് ഹോംസിൻ്റെ വിഷൻ എന്ന് പറയുന്നത് 2020 ഇന്ത്യയിലെ തന്നെ ഏറ്റവും ട്രസ്റ്റഡ് റിയാലിറ്റി ബ്രാൻഡായിട്ട് മാറുക എന്നുള്ളതാണ്, വിത്ത് എ ടേൺ ഓവർ ഓഫ് 2000 crores. And I am sure all of you will work towards that goal.
I wish you all the best. Thank you. ഞാൻ അഞ്ജു വേണുഗോപാൽ അസറ്റ് ഹോംസിൻ്റെ കസ്റ്റമർ സർവീസ് വിഭാഗം ഹെഡ് ചെയ്യുന്നു. കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡെപ്യൂട്ടി മാനേജർ, കസ്റ്റമർ ഡിലൈറ്റ് എക്സിക്യൂട്ടീവ് എന്നിങ്ങനെയുള്ള ആളുകളാണ് ഇതിൻ്റെ കസ്റ്റമർ സർവീസ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നത്. കസ്റ്റമർ സർവീസ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺസ് ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് ഫ്ലാറ്റ് ബുക്ക് ചെയ്തതിന് ശേഷമാണ്. ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്ത് കസ്റ്റമർ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കസ്റ്റമേഴ്സിനെ വെൽക്കം കോൾ ചെയ്യാറുണ്ട്. വെൽക്കം കോളിനകത്ത് കസ്റ്റമറിനെ നമ്മൾ അവരെ അസറ്റ് ഫാമിലിയിലിട്ട് വെൽക്കം ചെയ്യുകയും അവർക്ക് അവരുടെ ബുക്കിംഗ് ഫോംസുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വെരിഫൈ ചെയ്യുകയും ലൈക്ക് പ്രൈസ്, അപ്പാർട്ട്മെൻറ്റ് നമ്പർ, ദെയർ കമ്മിറ്റഡ് എഗ്രിമെൻറ്റ് ഡേറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഓർഡർ ഫോമുമായിട്ട് ചെക്ക് ചെയ്ത് ഇതിന് ശേഷം കസ്റ്റമേഴ്സിനെ നമ്മൾ അസറ്റ് ഫാമിലിയോട്ട് ഇൻവൈറ്റ് ചെയ്യും. അതിനുശേഷം തന്നെ നമ്മൾ അവർക്ക് ഒരു വെൽക്കം മെയിൽ അയക്കുന്നതാണ്. ആ വെൽക്കം മെയിലിനകത്ത് കസ്റ്റമേഴ്സിൻ്റെ പേയ്മെൻറ്റ് ഷെഡ്യൂൾ ഉണ്ടാവും. അവരുടെ ആ പ്രോജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളും ലൈക്ക് ടെക്നിക്കൽ ആണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും ഈവൻ ഇൻക്ലൂഡിങ് MD, ഡയറക്ടർ എല്ലാവരുടെയും നമ്പേഴ്സ് വെച്ചിട്ട് നമ്മളൊരു പീപ്പിൾ ടു കോൺടാക്ട് എന്ന് പറഞ്ഞ ഫോം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ കസ്റ്റമറിന് ഏത് സമയത്തും ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെഡി റെക്കണർ പോലെ നമ്മൾ കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ വെൽക്കം കിറ്റ്. വെൽക്കം കിട്ടിയ ശേഷം നമ്മൾ കസ്റ്റമേഴ്സിനെ ഫസ്റ്റ് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ വൺസ് ഒരു ബുക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ അതൊരു ഓർഡറായിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്ത് അതിൻ്റെ കൺഫർമേഷൻ ആവുന്ന ഒരു എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ്. അതിനായി നമ്മൾ 30 days ആണ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയുക. 30 daysനുള്ളിൽ എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് മിനിമം പേയ്മെൻറ്റ് 30% പേയ്മെൻറ്റ് അവർ അപ്പാർട്ട്മെൻറ്റിന് അഗെയിൻസ്റ്റ് പേ ചെയ്യുന്നതാണ് മിനിമം ക്രൈറ്റീരിയ ഫോർ എഗ്രിമെൻറ്റ് എക്സിക്യൂഷൻ. അതിനുശേഷം നമ്മൾ കസ്റ്റമേഴ്സിന് അവരുടെ ഫർദർ പേയ്മെൻറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുകയും അവർക്ക് എന്തെങ്കിലും ബാങ്ക് ലോൺ അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസേൺ ബാങ്കുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവർക്ക് ആ ഹോം ലോൺ ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ മേജറായിട്ട് അസറ്റ് ഹോംസ് 5 ബാങ്കുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് HDFC, SBI, ICIC, ഫെഡറൽ ബാങ്ക്, ആക്സിസ് ബാങ്ക് ഈ ബാങ്കുമായിട്ടാണ് നമ്മൾ മേജറായിട്ടും നമ്മുടെ പ്രോജക്റ്റ് അപ്രൂവൽസ് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഈ ബാങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കുമായിട്ട് നമുക്ക് അവർക്ക് വേണ്ട ഹൗസിംഗ് ലോൺ ഫെസിലിറ്റി നമ്മൾ അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വൺസ് കസ്റ്റമർ എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് അവരുടെ പേയ്മെൻറ്റ്സും എല്ലാ കാര്യങ്ങളും ഫൈനലൈസ് ചെയ്ത് എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ വർക്കിൻ്റെ പ്രോഗ്രസ് അനുസരിച്ചിട്ട് നമ്മൾ ബാങ്ക് അല്ലെങ്കിൽ കസ്റ്റമറുടെ അടുത്ത് ഡിമാൻഡ് ചെയ്യും ബാങ്കുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പേയ്മെൻറ്റ് റിലീസ് ചെയ്യിക്കാറുണ്ട്. ഇതാണ് നമ്മുടെ വേ ഓഫ് പേയ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് എഗ്രിമെൻറ്റ് എക്സിക്യൂഷൻ. കസ്റ്റമേഴ്സ് പേയ്മെൻറ്റും എല്ലാം ചെയ്ത് എഗ്രിമെൻറ്റും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മുടെ ഒരു പ്രിവിലേജ് മെമ്പറായി നമ്മൾ അവർക്ക് പ്രിവിലേജ് കാർഡ് ഇഷ്യൂ ചെയ്യും. പ്രിവിലേജ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് പ്രിവിലേജ് കാർഡ് ഹോൾഡർ ആയിട്ടുള്ള ഒരു കസ്റ്റമേഴ്സിന് നമ്മുടെ എല്ലാ വിധത്തിലുള്ള കമ്പനി കൊടുക്കുന്ന ബെനിഫിറ്റ്സും അവർക്ക് അവെയിൽ ചെയ്യാവുന്നതാണ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ റീനെയിം ചെയ്ത് അസറ്റ് ഡിലൈറ്റ് എന്ന പേരിൽ റീനെയിം ചെയ്തിട്ടുണ്ട്. അതുതന്നെ നമ്മൾ കസ്റ്റമേഴ്സിന് ഒരു എക്സ്റ്റൻഡഡ് സർവീസ് ഓഫർ ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രിവിലേജ് കാർഡ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനും ഈ ഡിലൈറ്റ് സർവീസസ് അവെയിൽ ചെയ്യാവുന്നതാണ്. നമ്മൾ 17 സർവീസസ് ആണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ സ്വന്തം ആൾ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ എത്ര നന്നായനെ, അങ്ങനെ തോന്നിയിട്ടില്ലേ? എയർപോർട്ടിൽ നിങ്ങളെ പിക്കപ്പ് ചെയ്ത് സുരക്ഷിതമായി വീട്ടിലെത്തിക്കുവാൻ അസറ്റ് ഡിലൈറ്റ് ക്യാബ് ഉടനെത്തും. ടാപ്പിന്റെ ലീക്ക് ശരിയാക്കാൻ വരാമെന്ന് പറഞ്ഞ പ്ലംബറെ നോക്കി 2 ദിവസമായിട്ട് ലീവ് എടുത്തിരിക്കേണ്ട അവസ്ഥയിലാണോ നിങ്ങളിപ്പോഴും? നിങ്ങൾ എവിടെയും ആകട്ടെ, നിങ്ങളുടെ അസറ്റ് ഹോമിന് ആവശ്യമായ എല്ലാ മെയിന്റനൻസ് സർവീസുകളും ഒറ്റ ക്ലിക്കിൽ ഉറപ്പാക്കുന്ന മൊബൈൽ ആപ്പാണ് ഡിലൈറ്റ് സെർവ്. എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കുക എന്ന പുതിയ കാലത്തിന്റെ വെല്ലുവിളി നേരിടാൻ നിങ്ങൾ സജ്ജരാണോ? ഡിലൈറ്റ് മൊബൈൽ ഇൻഫോ ആപ്ലിക്കേഷൻ അസറ്റ് ഹോംസിൽ നിന്നുള്ള പുതിയ സേവനങ്ങൾ, വാർത്തകൾ, അനൗൺസ്മെന്റുകൾ, പുതിയ അപ്ഡേറ്റുകൾ എല്ലാം വിരൽത്തുമ്പിലെത്തുന്നതിന് പുറമെ 24/7 കണക്റ്റഡ് ആയിരിക്കുവാനും ഡിലൈറ്റ് ഇൻഫോ സഹായിക്കുന്നു. അത്യാഹിതങ്ങളോ അടിയന്തര സാഹചര്യങ്ങളോ വരുമ്പോൾ ആരായാലും പകച്ചുപോകും. ആംബുലൻസ് വിളിക്കണം, ഡോക്ടറെ കാണണം, പലപ്പോഴും ഒറ്റയ്ക്കാവുമ്പോൾ ആരായിരിക്കും തുണയ്ക്കെത്തുക? ഇനി നിങ്ങൾ ധൈര്യമായി വിളിച്ചോളൂ. അസറ്റ് പ്രോംപ്റ്റ് ഡിലൈറ്റ് ഏറ്റവും മികച്ച മെഡിക്കൽ കെയർ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉറപ്പാക്കുന്നു.
പ്രകൃതി ദുരന്തങ്ങളെ ആർക്കാണ് തടയാനാവുക? പക്ഷെ ദുരന്തങ്ങളിലും നമ്മുടെ ആജീവനാന്ത സമ്പാദ്യമായ വീടിന് സംരക്ഷണം ലഭിക്കുമെങ്കിൽ അസറ്റ് ഹോംസിൽ നിന്ന് വാങ്ങുന്ന അപ്പാർട്ട്മെന്റുകൾക്ക് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ സഹകരണത്തോടെ 25 വർഷത്തെ ഇൻഷുറൻസ് സംരക്ഷണം സൗജന്യമായി നൽകുന്നു. നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി കാറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാ ഞെട്ടലോടെ കാണുക ഇന്നലത്തെ മഴ ചെളി പൂശി ഡിസൈൻ ചെയ്ത കാർ. നിങ്ങളുടെ കാർ വാഷ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ അസറ്റ് ഡിലൈറ്റ് ടീം അറേഞ്ച് ചെയ്യുന്നു. അതും നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ തന്നെ. ചില യാത്രകൾ വളരെ അപ്രതീക്ഷിതമാണ്. പരിചയമില്ലാത്ത നഗരങ്ങൾ, ഹോട്ടലുകളിലെ താമസം. അസറ്റ് ട്രാൻസിറ്റ് ഹോം, സ്വന്തം വീട്ടിലെന്ന പോലെ താമസിക്കുവാൻ കേരളത്തിലെ പ്രമുഖ നഗരങ്ങളിൽ ഫുള്ളി ഫർണിഷ്ഡ് ഗസ്റ്റ് ഹൌസ് സൗകര്യം. രാവിലെ കോഫി ഇടാൻ നോക്കിയപ്പോ ഇതാ പഞ്ചസാര തീർന്നു. ഈ കാഴ്ച നമ്മുടെ വീടുകളിലൊക്കെ പതിവുള്ളതല്ലേ? ലിസ്റ്റ് തയ്യാറാക്കൂ, ഡെയിലി ഡിലൈറ്റ് ഹെൽപ്പ് ലൈനിൽ വിളിക്കൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊവിഷൻസ് എത്രയും നേരത്തെ എത്തും നിങ്ങളുടെ വാതിൽക്കൽ. പ്രായമുള്ള അച്ഛനമ്മമാർ, സുഖമില്ലാത്ത കുട്ടികൾ, ആരെയാണ് ഇവരെ ഒന്ന് വിശ്വസിച്ച് ഏൽപ്പിക്കാനാവുക? അസറ്റ് ഡിലൈറ്റ് ടീം ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനുമായി സഹകരിച്ച് നിങ്ങൾക്ക് യോജിച്ച ഹോം നഴ്സിംഗ് സർവീസ് അറേഞ്ച് ചെയ്യുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കെയർ ചെയ്യുന്നു. ഏറ്റവും വലിയ തലവേദനയാണ് കറണ്ട് ബിൽ, വാട്ടർ ബിൽ, ടാക്സ് ഇവയെല്ലാം കൃത്യസമയത്ത് അടയ്ക്കുക എന്നുള്ളത്. നിങ്ങളുടെ അസാന്നിധ്യത്തിൽ പോലും ഇത്തരം കാര്യങ്ങളെല്ലാം അസറ്റ് ഡിലൈറ്റ് ടീം നിങ്ങൾക്ക് വേണ്ടി സന്തോഷത്തോടെ നിർവഹിക്കും. പ്രിയപ്പെട്ടവരെ സന്ദർശിക്കുക എന്നത് എത്ര ആനന്ദകരമാണ് അല്ലേ? മാസത്തിലൊരിക്കൽ ഒരു അസറ്റ് കുടുംബത്തിന്റെ ക്ഷേമാന്വേഷണങ്ങൾക്കായി അസറ്റ് ടീം എത്തും. നിങ്ങളെ കേൾക്കുവാൻ, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയുവാൻ. അഭിപ്രായങ്ങൾ ശുഭകരമായ മാറ്റത്തിന് തുടക്കമാകും എന്നുറപ്പുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനുള്ളൊരു വേദി ആരാണ് ആഗ്രഹിക്കാത്തത്? ഡിലൈറ്റ് സർക്കിളിന്റെ ഭാഗമാകുവാൻ അസറ്റ് ഹോംസ് നിങ്ങൾക്കും അവസരമേകുന്നു. അതെ, ഇനി തീരുമാനങ്ങൾ നിങ്ങളുടേത് കൂടിയാണ്. ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് ഒട്ടും എളുപ്പമല്ല. ടിക്കറ്റുകൾ, താമസം, അങ്ങനെ എത്ര കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും ലാസ്റ്റ് മിനിറ്റിലെ തിരക്കുകളിൽ പലതും വിട്ടുപോകും. ഒഫീഷ്യൽ ട്രിപ്പ് ആവട്ടെ, ഹോളിഡേ ട്രിപ്പ് ആവട്ടെ, ഡിലൈറ്റ് ലഷർ ഉണ്ട് നിങ്ങളുടെ പ്ലാനിംഗ് പെർഫെക്റ്റ് ആക്കുവാൻ. വീടിന്റെ ഇന്റീരിയർ ചേഞ്ച് ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷെ വിശ്വസിക്കാവുന്ന ഒരു ഡിസൈനറെ കണ്ടെത്തുക അത് എത്ര എളുപ്പമാണോന്നല്ലേ സംശയം. വീട് രൂപകൽപ്പന ചെയ്യുവാൻ ഏറ്റവും മികച്ച ഒരു ഇന്റീരിയർ ഡിസൈനിംഗ് ടീമിന്റെ സേവനം അസറ്റ് ഡിലൈറ്റ് ടീം ഉറപ്പാക്കുന്നു. വീട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് ഓർക്കുമ്പോഴേ ടെൻഷനാവും. എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടും, അല്ലെങ്കിൽ കേടുവരും. ഇതെങ്ങനെ സോൾവ് ചെയ്യും? എല്ലാ സാധനങ്ങളും സുരക്ഷിതമായി നിങ്ങളുടെ അഡ്രസ്സിൽ എത്തിക്കുന്നതുവരെയുള്ള ഉത്തരവാദിത്വം വിശ്വസനീയമായ ഒരു ടീം തന്നെയാണ് ചെയ്യുന്നതെന്ന് അസറ്റ് ഡിലൈറ്റ് ടീം ഉറപ്പാക്കും. ഒരു കാർഡ് ഉപയോഗിച്ച് എല്ലാ സർവീസുകളും ലഭിക്കുന്നതല്ലേ കൂടുതൽ സൗകര്യം? അസറ്റ് അഡ്വാൻറ്റേജ് പ്രിവിലേജ് കാർഡ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ ഒറ്റ കാർഡ് ഉപയോഗിച്ച് ട്രാൻസിറ്റ് ഹോം ഫെസിലിറ്റി, റെഫറൽ സ്കീം തുടങ്ങി അസറ്റ് ഹോംസ് നൽകുന്ന എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. അസറ്റ് ഹോംസ് ഒരു കുടുംബമാണ്. പ്രിയ ഉപഭോക്താക്കൾ കുടുംബാംഗങ്ങളും. ഒന്നിച്ചെരലുകൾ പകരുന്ന സന്തോഷം, അതിലൂടെ തളിർക്കുന്ന ബന്ധങ്ങൾ, അവയുടെ മൂല്യം നന്നായി അറിയുന്നു അസറ്റ് ഹോംസ്. അവതരിപ്പിക്കുന്നു കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേരുന്ന മുഹൂർത്തങ്ങളുമായി, കസ്റ്റമർ മീറ്റുകളും ഫാമിലി മീറ്റുകളുമായി ഡിലൈറ്റ് സർപ്രൈസസ്. അസറ്റ് ഡിലൈറ്റ് നമ്മുടെ സ്വപ്നത്തിന്റെ വില സമയത്തിന്റേതു കൂടിയാണ്. അസറ്റ് ഹോംസ് അതറിയുന്നു, വിലമതിക്കുന്നു. അസറ്റ് ഡിലൈറ്റ് സവിശേഷമായ 17 ഉപഭോക്തൃ സേവനങ്ങൾ. കസ്റ്റമേഴ്സിന്റെ സംതൃപ്തിയാണ് എന്നും അസറ്റ് ഹോംസിന് പ്രധാനം. എൻ്റെ പേര് സജീം എസ്. ഞാൻ അസറ്റ് ഹോംസിൻ്റെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറാണ്. ഞാൻ 2 വിഭാഗങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ എന്ന നിലയിൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് ശക്തമാക്കുക, ബ്രാൻഡ് ശക്തമായി നിലനിർത്തുക. ഒപ്പം രണ്ടാമത്തെ കാര്യം ഞാൻ നോക്കുന്നത് ബ്രാഞ്ച് ഓപ്പറേഷൻസാണ്. അതായത് കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് കഴിഞ്ഞുള്ള ബാക്കി 6 ബ്രാഞ്ചുകളിലെ കൃത്യമായ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ആ ഒരു ചുമതലയും കൂടി ഞാനാണ് വഹിക്കുന്നത്. കേരള റിയൽ എസ്റ്റേറ്റ് ഹൗസിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ന് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ബ്രാൻഡാണ് അസറ്റ് ഹോംസ്. അതിന് തെളിവാണ് കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള സെയിൽസ്. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപ്പാർട്ട്മെൻറ്റുകളും ഫ്ലാറ്റുകളും വിൽക്കുന്നത് അസറ്റ് ഹോംസാണ്. അപ്പോൾ അതിൽ ഈ ബ്രാൻഡ് ഏറ്റവും മുന്നിൽ നിൽക്കുമ്പോൾ അതിനെ മാർക്കറ്റിൽ ശക്തമായി നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രയാസകരമായ കാര്യമാണ്. ഈ ബ്രാൻഡിനെ ശക്തമായി നിൽക്കുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ സെയിൽസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പുതിയ സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ആ ബ്രാൻഡിനെ ശക്തമാക്കി നിലനിർത്താനായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെയാണ് പ്രഥമ ദൃഷ്ട്യാ എന്നിൽ അധിഷ്ഠിതമായിട്ടുള്ളത്.
ബ്രാൻഡ് ശക്തമാകുന്ന പറഞ്ഞാൽ ഞങ്ങളുടെ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ 4 കോർ വാല്യൂസിൽ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ബ്രാൻഡ് ശക്തമാക്കി കൊണ്ടുപോകുന്നത്. അതായത് ഒന്ന് പ്രോംപ്റ്റ് ഡെലിവറി, കൃത്യസമയത്ത് ഹാൻഡ് ഓവർ ചെയ്യുക. 2 ടോട്ടൽ ക്വാളിറ്റി, കൃത്യമായ ഗുണമേന്മ ഉറപ്പാക്കുക. കസ്റ്റമർ സെൻട്രിസിറ്റി ആൻഡ് സൊസൈറ്റൽ റെസ്പോൺസിബിലിറ്റി, CSR പോലുള്ള ആക്ടിവിറ്റീസിലെല്ലാം കൃത്യമായി ഇൻവോൾവ് ആക്കുക. ഈ 4 കോർ വാല്യൂസ് നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ തന്നെയാണ് ബ്രാൻഡ് ശക്തമായി നിലനിൽക്കുന്നു ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. ബ്രാൻഡ് മാർക്കറ്റിൽ ശക്തമാണെങ്കിൽ മാത്രമേ കൃത്യമായ വില കിട്ടുകയുള്ളൂ, കമ്പനി കൃത്യമായ മൂല്യം കിട്ടുകയുള്ളൂ. അതിനനുസരിച്ച് തിരിച്ചു കസ്റ്റമറിനും ഇൻ റിട്ടേൺ ആയിട്ട് കിട്ടുന്ന പ്രോഡക്റ്റും ഭംഗിയാവത്തുള്ളൂ. ഞങ്ങളുടെ ബ്രാൻഡ് ശക്തമാണെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൽ നിന്നുള്ള നിരവധി റെഫറൻസുകൾ ഞങ്ങൾക്ക് കിട്ടുന്നത്. ഒരുപാട് കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് ഒരുപാട് പുതിയ റെഫറൻസ് തന്നിട്ട് അതുപ്രകാരം നിരവധി ബുക്കിംഗ്സും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഞങ്ങളുടെ ബ്രാൻഡിനെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ശക്തമായി പിന്തുണച്ചു ഈ നിലയിൽ എത്തിക്കാൻ സഹായിച്ച ഒന്ന് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡറാണ്. മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഇന്ന് ഏറ്റവും ശക്തമായ ഒരു താരമെന്നുള്ളതിൽ പൃഥ്വിരാജാണ് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ. അദ്ദേഹത്തിന് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള സ്ട്രോങ് ഇമേജ് അത് ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ സ്ട്രെങ്തും റിലയബിലിറ്റിയും വർദ്ധിപ്പിക്കാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. രണ്ടാമത്, ഞങ്ങളുടെ ഡിലൈറ്റ് എന്ന് പറയുന്ന സർവീസിന് ഞങ്ങളൊരു അംബാസഡർ വെച്ചിട്ടുണ്ട്. അതും മലയാള സിനിമയുടെ ഒരു പ്രമുഖ ആർട്ടിസ്റ്റായ ശരത്താണ്. അത് ആഫ്റ്റർ സെയിൽസ്, അതായത് ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറിന് കിട്ടുന്ന ഒരു കെയർ, സപ്പോർട്ട്, ഒരു കംഫർട്ട്, ഇതൊക്കെ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള കൃത്യമായ ഗുണമേന്മ, ആ സന്ദേശം കസ്റ്റമേഴ്സിൽ എത്തിക്കാനായിട്ട് ശരത്ത് ഞങ്ങൾ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 ബ്രാൻഡ് അംബാസഡേഴ്സും ഇന്ന് കമ്പനിയുടെ അസറ്റ് ഹോംസിൻ്റെ ബ്രാൻഡ് മാർക്കറ്റിൽ നിലനിർത്തുന്നതിന് ഒത്തിരിയേറെ അസറ്റ് ഹോംസ് സഹായിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ബ്രാൻഡ് എക്സ്പെക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് അടുത്ത 2020 അതായത് ടു ബി ദ മോസ്റ്റ് റിലയബിൾ റിയൽറ്റി ബ്രാൻഡ് ഇൻ ഇന്ത്യ വിത്ത് എ ടേൺ ഓവർ ഓഫ് 2000 crores ബൈ ദ ഇയർ 2020. ഇത് തന്നെയാണ് കമ്പനിയുടെ വിഷനും. ബ്രാൻഡ് എക്സ്പെക്റ്റ് ചെയ്ത് ബ്രാൻഡിലോട്ടുള്ള വളർച്ചയും ഉദ്ദേശിക്കുന്നതും ആ ഒരു രീതി തന്നെയാണ്. ഇത് ഞങ്ങളുടെ വിഷൻ തന്നെയാണ്. ബ്രാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രോഡക്റ്റിൻ്റെ വില കൂടും, കസ്റ്റമറിന് കിട്ടുന്ന റിട്ടേൺസിനും അതിനനുസരിച്ചുള്ള മൂല്യങ്ങൾ കൃത്യമായിട്ടുണ്ടാവും. ആ വാല്യൂ ഉറപ്പാക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ മറ്റൊന്ന്, ഞങ്ങളുടെ ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇന്ന് അസറ്റ് ഹോംസ് ദേശീയ അന്തർദേശീയ സ്ഥലങ്ങളിൽ ഏകദേശം 25ഓളം സ്റ്റേറ്റ്, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവൽ 25ഓളം അവാർഡ്സുകളും കരസ്ഥമാക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ക്രിസിൽ, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റേറ്റിംഗ് ഏജൻസി ക്രിസിൽ, ക്രെഡിറ്റ് റിയൽ എസ്റ്റേറ്റ് ഇൻഫർമേഷൻ സർവീസസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ അംഗീകൃത സംഘടനയുടെ 7 സ്റ്റാറാണ് അതിൻ്റെ ഏറ്റവും പരമോന്നതി. ആ 7 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള 3 പ്രൊജക്ട്സിന് 7 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള ഏക കമ്പനി അസറ്റ് ഹോംസ് ആണ്. ഇന്ന് ഇന്ത്യയിൽ തന്നെ 3 റെസിഡൻഷ്യൽ പ്രോജക്ട്സിന് 7 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള മറ്റൊരു കമ്പനിയും തന്നെ ഇല്ല. രണ്ടാമത്, വളരെ ചെറിയ വർഷങ്ങൾ കൊണ്ട്, അതായത് കമ്പനി 10 വർഷം പൂർത്തിയായി വരുന്നതേ ഉള്ളൂ, ആ സമയം കൊണ്ട് തന്നെ DA2 റേറ്റിംഗ് നേടിയെടുക്കാനും അസറ്റ് ഹോംസിന് കഴിഞ്ഞിട്ടു. ഇതും ക്രിസിലിൻ്റെ ഒരു അംഗീകാരം തന്നെയാണ്. ഇനി ഇതൊക്കെയാണ് കമ്പനി ബ്രാൻഡ് നിലനിർത്താനായിട്ട് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, 1ാം സ്ഥാനത്ത് തുടരുന്നതിൻ്റെ രീതികൾ. ഇനി ഞങ്ങൾ എങ്ങനെ മാർക്കറ്റിംഗ് ഹെഡ് എന്നുള്ളതിൽ ഞങ്ങൾ എങ്ങനെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഒരു സ്ഥലത്ത് ലോഞ്ച് ചെയ്യുമ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾ അവിടെ ഒരു പ്രീ മാർക്കറ്റിംഗ് സർവേ ചെയ്യാറുണ്ട്. ഈ പ്രോഡക്റ്റ് ഏത് സെഗ്മെൻറ്റ്, അവിടുത്തെ ആ പ്രദേശത്തെ സെഗ്മെൻറ്റിന് ഇത് അഫോർഡബിൾ ആയിട്ടുള്ളതാണോ, ഇത് എങ്ങനത്തെ പ്രോഡക്റ്റാണ് ഇവിടെ വേണ്ടത്, അവിടുത്തെ ആൾക്കാർക്കുള്ള റിക്വയർമെൻറ്റ് ഇതാണോ, അതിൻ്റെ കോസ്റ്റ് എങ്ങനെ നിശ്ചയിക്കണം, ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം ഒരു പ്രീ മാർക്കറ്റിംഗ് സർവേ നടത്തിയതിനു ശേഷം മാത്രമാണ് ഞങ്ങളൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. ഇത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം ഞങ്ങളൊരു 20% സെയിൽ ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ്, ഒരു പ്രീ ലോഞ്ച് പീരീഡിനുള്ളിൽ മിനിമം ഒരു 20% സെയിൽ ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ നിർമ്മാണവും തുടങ്ങുന്നത്. പിന്നെ അതിൻ്റെ ആ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ സ്വാഭാവികമായ ഞങ്ങളുടെ മെത്തേഡ്സ് ഒത്തിരി പേരുണ്ട്. ഞങ്ങൾ പ്രിൻ്റ് ആഡ്സ് കൊടുക്കാറുണ്ട്. കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിലും ഞങ്ങൾ പ്രിൻ്റ് ആഡ്സ് വരാറുണ്ട്. കേരളത്തിലെയും അല്ലെങ്കിൽ ദേശീയ അന്തർദേശീയ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള മലയാള ചാനലുകളിൽ മുഴുവൻ TV കൊമേഴ്സ്യൽസ് വരാറുണ്ട്. റേഡിയോ ആഡ്സ്, പിന്നെ തിയേറ്റർ സ്ലൈഡ്സ്, മോൾസിലെ ആക്ടിവിറ്റീസ്, അതുകൂടാതെ ഒരുപാട് ലോക്കൽ ആക്ടിവിറ്റീസ്, ഇത്തരത്തിലുള്ള ഒരുപാട് മാർക്കറ്റിംഗ്, അതായത് സെയിൽസിന് സപ്പോർട്ട് ചെയ്യാൻ എവിടെയാണോ സെയിൽസിന് സപ്പോർട്ട് ആവശ്യമാകുന്നത് അതിനനുസരിച്ചിട്ടുള്ള പുതിയ സ്കീംസും അത്തരത്തിലുള്ള മെത്തേഡുകളുമാണ് ഞങ്ങൾ നോർമലി മാർക്കറ്റിങ്ങിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അത് സമയാനുഷ്ഠിതമായിട്ട് അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്ക് അനുഷ്ഠിതമായിട്ട് അതിൻ്റെ ചേഞ്ച് കൃത്യമായിട്ട് വരുത്തിയിട്ടാണ് മാർക്കറ്റിംഗ് ഓരോരോ പുതിയ മെത്തേഡ്സ് അനുസരിച്ചിട്ടുണ്ട്. എന്താണ് ജനങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ള കസ്റ്റമേഴ്സിൽ എത്തിക്കുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ്സ് ഓരോ പ്രാവശ്യവും മുമ്പോട്ട് പോകുന്നത്. അത് നോർമലായിട്ടുള്ള മാർക്കറ്റിംഗ്. അതിനെ കൂടാതെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയിൽസിന് സപ്പോർട്ട്, എൻക്വയറി ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് എപ്പോഴും ഡിജിറ്റൽ മേഖലയിൽ നിന്നാണ്. അത് വെബ് എൻക്വയറീസ് ആവാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്ന് നിരവധി ഓൺലൈൻ സൈറ്റുകളുണ്ട്. മനോരമ പോലെ, മാതൃഭൂമി പോലെ, മാധ്യമം പോലെ, ഹിന്ദു ഓൺലൈൻ പോലെയൊക്കെയുള്ള നിരവധി സൈറ്റുകളിലുള്ള ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ്സിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്ന എൻക്വയറീസ്, ഗൂഗിൾ സെർച്ച് എഞ്ചിൻ വഴി കിട്ടുന്ന എൻക്വയറീസ്, ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നോർമലായിട്ടുള്ള അത്തരത്തിലുള്ള ഓൺലൈൻ സൈറ്റുകൾ വഴിയുള്ള നെറ്റ്വർക്കുകൾ വഴിയുള്ള പരസ്യങ്ങൾ, അതിൽ നിന്ന് വരുന്ന എൻക്വയറീസ്, അതാണ് ഏറ്റവും കൂടുതൽ കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്ന് ലോകത്ത് ഞങ്ങൾക്ക് 35ഓളം രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ കസ്റ്റമേഴ്സിൻ്റെ അടുത്തെല്ലാം എത്തിപ്പെടുന്നത് സ്വാഭാവികമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഓൺലൈൻ ആക്ടിവിറ്റീസിലൂടെയുള്ള കമ്പനിയുടെ പുതിയ പ്രൊഡക്ട്സിൻ്റെ ഇൻട്രൊഡക്ഷനും അതുവഴിയുള്ള ഞങ്ങളുടെ മാർക്കറ്റിംഗ് രീതികളുമാണ്. ഞങ്ങളുടെ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ കഴിയുന്നതും അതുവഴി തന്നെയാണ്. ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഡിജിറ്റൽ മേഖല നോക്കുന്നതിനായിട്ട് ഒരു ടീം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ എൻക്വയറീസ് ജനറേറ്റ് ചെയ്യാനും ഒരു പ്രത്യേക IT ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അതിന് ഞങ്ങൾ ഫോം ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിട്ട് മുമ്പോട്ട് പോവുകയുമുണ്ട്. കാരണം കസ്റ്റമേഴ്സ് ഇന്ന് എല്ലാവരും ഡിജിറ്റൽ മേഖലയിൽ ആശ്രയിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഏത് രാജ്യത്തിരിക്കുന്ന ഒരു മലയാളി ആയിരുന്നാലും ഒരു ഫ്ലാറ്റ് വാങ്ങണം എന്നുള്ള അയാൾ ആദ്യം അടിച്ച് നോക്കുന്നത് ഫ്ലാറ്റ്സ് ഇൻ കൊച്ചിനെന്നോ ഫ്ലാറ്റ്സ് ഇൻ ട്രിവാൻഡ്രോന്നോ. ഇന്ന് ഏത് മേഖല, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഞങ്ങളാണ്. ഏത് മേഖലയിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ആദ്യം വരുന്ന 4-5 അസറ്റ് ഉണ്ടാവും. അപ്പോൾ അവർ അസറ്റിനെ കുറിച്ച് മനസ്സിലാക്കുകയും അതിൽ നിന്ന് എൻക്വയറി ജനറേറ്റ് ചെയ്യപ്പെടുകയും ഞങ്ങൾ കൃത്യമായിട്ട് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബ്രാഞ്ച് ഓപ്പറേഷൻസ് പറയുമ്പോൾ ഒരുപക്ഷെ 10 വർഷങ്ങൾ തുടങ്ങുമ്പോഴത്തേക്ക് കൊച്ചിനും അത് കഴിഞ്ഞ് തിരുവനന്തപുരം മാത്രമായിരുന്നു ബ്രാഞ്ചസ് ആയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഹെഡ് ഓഫീസിലെ ബ്രാഞ്ച് കൂടാതെ തിരുവനന്തപുരം, തൃശ്ശൂർ, കണ്ണൂർ, കോഴിക്കോട്, കൊല്ലം, കോട്ടയം ഇത്തരം സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുകൂടാതെ വിദേശത്ത് ഞങ്ങൾക്ക് UAE-യിലും ഖത്തറിലും നമ്മുടെ സ്വന്തമായ ഓഫീസുകളുണ്ട്. അവിടെയും നമ്മുടെ ടീം വർക്ക് ചെയ്യുന്നതാണ്. ഈ ബ്രാഞ്ചുകളുടെ എല്ലാം ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഏകോപനം ഞാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും ബ്രാഞ്ച് മാനേജേഴ്സ് ഉണ്ട്. അതിന് താഴെ സെയിൽസ് മാനേജേഴ്സും കളക്ഷനും സർവീസിനും വേണ്ട സപ്പോർട്ടിംഗ് സ്റ്റാഫും അഡ്മിനിസ്ട്രേഷനും അക്കൗണ്ട്സിനും വേണ്ട സ്റ്റാഫും ഓരോ സ്ഥലത്തെയും പ്രോജക്ട്സിന് പ്രത്യേകം എഞ്ചിനീയേഴ്സും സ്റ്റാഫും എല്ലാം ഉണ്ട്. ഇവരെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ മുമ്പോട്ട് നയിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം. അതായത് ഒരു ബ്രാഞ്ച് മാനേജറുടെ പ്രധാന റോളെന്ന് പറയുമ്പോൾ ആ ബ്രാഞ്ചിലെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളുടെയും അല്ലെങ്കിൽ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്ത് ആ ബ്രാഞ്ചിനെ ഇൻഡിപെൻഡൻ്റ്ലി ലാഭത്തിലോട്ട് ഓടിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് പ്രോഫിറ്റ് ബ്രാഞ്ചായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഇന്നെല്ലാം കോർപ്പറേറ്റിൻ്റെ കീഴിലാണ്. താമസിയാതെ എല്ലാ ബ്രാഞ്ചുകളും ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആക്കുന്നതാണ്. ബ്രാഞ്ചുമാരുടെ ഏറ്റവും പ്രധാന റോൾ എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും, അതായത് ഒരു സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ അത് വിൽക്കപ്പെടുന്ന ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റ് വിൽക്കപ്പെടുന്ന ഒരു സ്ഥലമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോജക്റ്റ് പണി ചെയ്യുന്നതിനും അവിടെ മാർക്കറ്റിംഗ് സർവേ നടത്തുക. അത് ഓക്കെ ആണെങ്കിൽ അവിടെ ഗവൺമെൻറ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പെർമിറ്റ് എടുക്കുക, അതിൻ്റെ നിർമ്മാണം തുടങ്ങുക. ഒപ്പം അതിനു മുമ്പായിട്ട് സെയിൽസ് സ്റ്റാർട്ട് ചെയ്യുക, കൃത്യമായ ബുക്കിംഗ്സ് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക, അതിൻ്റെ കളക്ഷൻ കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക. അതുമായിട്ട് ബന്ധപ്പെട്ട് ആ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ബുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിർമ്മാണം കൃത്യമായിട്ട് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. അൾട്ടിമേറ്റ്ലി കസ്റ്റമർ ഹാപ്പിനെസ്, അതാണ് ഞങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കസ്റ്റമർ ഹാപ്പി ആയിരിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് കമ്പനിക്ക് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നിലയിൽ കമ്പനിയെ നിലനിർത്തുക. എല്ലാ കാര്യങ്ങളും. ഒപ്പം അവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കമ്പനിയുടെ ബ്രാൻഡിന് അതാത് ജില്ലകളിൽ അവർക്ക് ഏറ്റവും ബ്രാൻഡിന് യാതൊരു വിധത്തിലുള്ള കോട്ടവും തട്ടാതെ അതിനെ ശക്തമായ മാർക്കറ്റ് നിലനിർത്തുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി അവർക്കുണ്ട്. ബ്രാഞ്ച് മാനേജർ സ്വാഭാവികമായിട്ടുള്ള റിപ്പോർട്ടിംഗ് എല്ലാ മാസവും അവർക്ക് എല്ലാ മാസവും 2-ാം തീയതി അവർക്ക് ബ്രാഞ്ച് മീറ്റിംഗ്സ് ഉണ്ട്. 15-ാം തീയതി ബ്രാഞ്ച് മീറ്റിംഗ്സ് ഉണ്ട്. എല്ലാ മാസവും ആദ്യത്തെ ആഴ്ച 2 ദിവസം അവർ ഇവിടെ ബ്രാഞ്ച് റിപ്പോർട്ട്സുമായിട്ട് ഇവിടെ ഹെഡ് ഓഫീസിൽ നിന്ന് ഇവിടെ റിപ്പോർട്ട് ചെയ്ത് അത്തരം കാര്യങ്ങൾ മുഴുവൻ ഇവിടെ അവതരിപ്പിച്ച് അതിൻ്റെ പോരായ്മകളോ കാര്യങ്ങളോ മനസ്സിലാക്കി അടുത്ത മാസം വരുത്തേണ്ട വ്യത്യാസങ്ങളെക്കുറിച്ചും എല്ലാം പഠിച്ചിട്ടാണ് എല്ലാവരും പോകുന്നത്. ഒപ്പം ഞങ്ങൾ 6 പേര് ഫസ്റ്റ് സർക്കിൾ മെമ്പേഴ്സ് ഞങ്ങൾ 6 പേരുണ്ട്. ഇപ്പം ഞാൻ മാർക്കറ്റിംഗ് ആണെങ്കിൽ സെയിൽസിലും അഡ്മിനിസ്ട്രേഷനിലും സർവീസിലും നിർമ്മാണത്തിലും കൺസ്ട്രക്ഷനിലും ഒപ്പം ഫൈനാൻസിലുമൊക്കെ എന്നെ കണക്ക് 6 പേര് ഫസ്റ്റ് സർക്കിൾ മെമ്പേഴ്സായിട്ടുണ്ട്. ഈ 6 പേരും ഓരോ കാര്യങ്ങൾക്കും ബ്രാഞ്ച് മാനേജറിനെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവരുടെ മോണിറ്ററിംഗ് അനുസരിച്ചിട്ടാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നിങ്ങളിന്ന് കേരളത്തിലെ ഏറ്റവും ശക്തമായ മുൻനിരയിൽ നിൽക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ഹൗസിംഗ് കമ്പനിയിലാണ് നിങ്ങൾക്കൊരു അവസരം കിട്ടിയിരിക്കുന്നത്. അത് വളരെ ഭംഗിയായി ഉപയോഗപ്പെടുത്തുക, പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ നിങ്ങളുടെ ജോലികൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്യുക, കമ്പനിയുടെ എല്ലാ വളർച്ചയിലും നിങ്ങൾ കൂടെ നിൽക്കുക. അതിനുവേണ്ട എല്ലാ പിന്തുണയും ഞങ്ങൾ എല്ലാ പേരിൽ നിന്നും, എല്ലാ സീനിയർ മെമ്പേഴ്സിലും കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും എല്ലാ പിന്തുണയും ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. ഏതൊരു സംരംഭകത്വത്തിലും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ള ഘടകമാണ് അവിടുത്തെ ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. ഒരു വശം കസ്റ്റമേഴ്സ് ആണെങ്കിൽ മറുവശം അവിടുത്തെ എംപ്ലോയീസാണ്. ഒരു എംപ്ലോയി എന്നുള്ള നിലയിൽ അസറ്റ് ഹോംസിലെ ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും പല രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളോ പല രീതിയിലുള്ള എക്സ്റ്റേണൽ പ്രഷേഴ്സോ പല രീതിയിലുള്ള ഇൻറ്റേർണൽ പ്രഷേഴ്സോ എല്ലാം നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അത് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയുക എന്നുള്ളിടത്താണ് ഒരു നല്ല ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച്, നല്ലൊരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിജയഘടകം. അത്തരമൊരു ഘടകത്തിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും സമീപിക്കേണ്ടത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അസറ്റ് ഹോംസിൻ്റെ സംവിധാനങ്ങളെയാണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സംവിധാനം എന്ന് പദം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കുള്ള ജോലിയിലെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന തടസ്സങ്ങളോ അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാമെന്നുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളോ നിങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ടോ നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ബോസുമായിട്ടോ എല്ലാം സംസാരിക്കുന്നതിനുള്ള റെസ്ട്രിക്ഷൻസോ തടസ്സങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ഓർഗനൈസേഷനായിട്ടാണ് ഞങ്ങൾ അസറ്റ് ഹോംസിനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഇല്ലാതാക്കാനും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് നിങ്ങൾക്ക് സാധിക്കും. ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ അസറ്റ് ഹോംസ് എപ്പോഴും എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് എന്നുള്ളതാണ്. ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് എന്ന് പറയുന്നൊരു സംഭവം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം സൃഷ്ടിക്കുന്ന ഒരിക്കലും മാനേജ്മെൻ്റ് അല്ല. ഒരിക്കലും ഒരു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനോ ഒരു ഫസ്റ്റ് സർക്കിളിനോ SMTക്കോ ഒന്നും ഒരു സ്ഥാപനത്തിനെ ഗ്രേറ്റ് പ്ലേസ് ടു വർക്കാക്കി മാറ്റാൻ കഴിയില്ല. ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് എന്ന് പറയുന്ന സ്ഥാപനം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എപ്പോഴും ഏറ്റവും താഴത്തെ ലെവലുള്ള എംപ്ലോയി മുതൽ മാനേജിംഗ് ഡയറക്ടർ വരെയുള്ള വ്യക്തികൾ അവരുടെ എല്ലാ പരിശ്രമങ്ങളും അത്തരമൊരു സ്ഥാപനം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വയ്ക്കുമ്പോഴാണ്. അപ്പോൾ ഒരു ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് ആക്കി തീർക്കണം അസറ്റ് ഹോംസിനെ എന്ന് ഉണ്ടെങ്കിൽ അതിലേറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യേണ്ടത് നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരുമാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ടാവേണ്ടത് അസറ്റ് ഹോംസിനെ ഒരു ഗ്രേറ്റ് പ്ലേസ് ടു വർക്കാക്കി മാറ്റുക എന്നുള്ളതിനാണ്. അപ്പോൾ നിങ്ങളുടെ ഒരാളുടെ കോൺട്രിബ്യൂഷൻ കൊണ്ട് മാത്രം അതാവിത്തീരില്ല, മറിച്ചൊരു വലിയ ടീം വർക്ക് കൊണ്ടുകൂടി മാത്രമേ അതാവിത്തീരുകയുള്ളൂ. അപ്പോൾ ആ ടീം വർക്കിനകത്ത് നമ്മൾ വിവിധ ഘടകങ്ങളുണ്ട്. ഒന്ന് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ഉണ്ട്, ഒന്ന് കസ്റ്റമറുമായിട്ട് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്, കസ്റ്റമറായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ കസ്റ്റമറായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ സഹായിക്കുന്നൊരു വിഭാഗമുണ്ട്. നമ്മളൊരു സൈക്കിളിൻ്റെ വീലായിട്ട് അസറ്റ് ഹോംസിനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള വൃത്തം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റും പുറത്തുള്ള വൃത്തം കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കസ്റ്റമറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സെയിൽസ് കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളും അതിനെ ഘടിപ്പിക്കുന്ന ഈ രണ്ട് ഘടകങ്ങളെയും പരസ്പരം ഘടിപ്പിക്കുന്ന സ്പോക്സ് അല്ലെങ്കിൽ കമ്പികൾ അത് അവരുടെ സപ്പോർട്ട് സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്ന മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫുകളുമായിട്ട് നമുക്ക് ഉപമിക്കാൻ കഴിയും. അങ്ങനെ ഉപമിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ സ്പോക്സാണ്. സ്പോക്സ് എന്ന് പറയുന്നത് തുല്യ അകലത്തിലും തുല്യ ബലത്തിലും ഉള്ളതായിരുന്നാൽ മാത്രമേ ഒരു വീല് കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. തുല്യ അകലം എന്ന് ഞാൻ പറയുമ്പോൾ ഈച്ച് ആൻഡ് എവരി എംപ്ലോയി ഷുഡ് ഹാവ് ദെയർ ഓൺ ഡിഫൈൻഡ് സ്പേസ് എന്ന് വേണം അതിനെ മനസ്സിലാക്കാൻ. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു സ്പേസ് നിങ്ങൾക്ക് അസറ്റ് ഹോംസിലുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇന്ന് അസറ്റ് ഹോംസിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്താണ് എൻ്റെ ജോലി അല്ലെങ്കിൽ എന്താണ് എൻ്റെ കീ റെസ്പോൺസിബിലിറ്റി, എവിടെയാണ് അസറ്റ് ഹോംസിൽ എൻ്റെ സ്പേസ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഓർത്ത് ആരും ബോധറിയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ കീ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം വെൽ ഡിഫൈൻഡാണ്, നിങ്ങളുടെ സ്പേസ് വളരെ വെൽ ഡിഫൈൻഡാണ്. ആ സ്പേസിൽ പരമാവധി കരുത്തോടെ പരമാവധി ശക്തിയോടെ ആ സ്പേസിൽ നിങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കുന്നിടത്താണ് നിങ്ങളുടെ കരിയറിൻ്റെ വിജയം തുടങ്ങുന്നത്. അത്തരം ഒരുപാട് വ്യക്തികളുടെ കരിയർ വിജയത്തിൻ്റെ കൂടിച്ചേരലാണ് അസറ്റ് ഹോംസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ വിജയമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അസറ്റ് ഹോംസിനെ ഒരു ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് ആക്കി മാറ്റുക എന്ന കോൺട്രിബ്യൂഷനാണ് അസറ്റ് ഹോംസ് നിങ്ങളിൽ നിന്ന് തിരിച്ച് പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ ഇൻഡക്ഷൻ വീഡിയോ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതൊരു ബിസിനസ്സിൻ്റെയും പ്രാഥമികമായിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത് ആ ബിസിനസ്സിൻ്റെ
പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ആ ബിസിനസ്സിലൂടെ നമ്മൾ നേടുന്ന ലാഭം തന്നെയാണ്. കാരണം ആത്യന്തികമായിട്ട് ലാഭം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏത് ബിസിനസ്സിൻ്റെയും ബേസിക്കായിട്ടുള്ള ലക്ഷ്യം. ലാഭം നേടുക എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യമല്ല. കാരണം ശരിയായ വഴിയിലൂടെ നേടണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ യാതൊരു രീതിയിലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നതിനോ എത്തിക്കലി ശരിയല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനോ അസറ്റ് ഹോംസ് നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. മറിച്ച് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി യൂട്ടിലൈസ് ചെയ്യുവാനും എല്ലാ നിയമങ്ങളും പരിപാലിച്ചുകൊണ്ട് എല്ലാ നിബന്ധനകളുടെയും ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളോടും മുഴുവൻ വ്യക്തികളോടും മുഴുവൻ സ്ഥാപനങ്ങളോടും മുഴുവൻ നിയമങ്ങളോടും റെസ്പോൺസിബിളായി നിന്നുകൊണ്ട് അസറ്റ് ഹോംസിൻ്റെ ടാഗ്ലൈനിൽ പറയുന്ന പോലെ ദ റെസ്പോൺസിബിൾ ബിൽഡർ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ യുവേഴ്സ് എന്ന അസറ്റ് ഹോംസിൻ്റെ ടാഗ്ലൈനിൽ നിന്നുകൊണ്ട് എല്ലാ പ്രസ്ഥാനങ്ങളോടും എല്ലാ നിയമങ്ങളോടും ഉത്തരവാദിത്വ ബോധമുള്ളവരായ സമൂഹത്തിൻ്റെ ഭാഗമാകുക എന്ന വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് വേണം അസറ്റ് ഹോംസിൽ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലൂടെയുള്ള നിങ്ങളുടെ യാത്ര എപ്പോഴും ദൈവാനുഗ്രഹമുള്ളതാവട്ടെ, എപ്പോഴും വിജയിക്കുന്നതാവട്ടെ. അതുവഴി നിങ്ങൾക്കും അസറ്റ് ഹോംസിനും തുടർന്നുള്ള ദിവസങ്ങൾ വളരെ സന്തോഷകരവും വളരെ ഫലപ്രദവുമാവട്ടെ എന്നുകൂടി ആശംസിക്കാനായിട്ട് ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. താങ്ക് യു. Yes, the only tree of trust in the land of assets. Asset, responsibly yours.